ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവചനം 32 അധ്യായം 18 വാക്യം ഒരാവർത്തി കൂടെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പ്രവചിക്കുന്ന പ്രവാചക വാക്യങ്ങളാണിത്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ അസീറിയൻ സൈന്യം, അശൂരിയ സൈന്യം നിരന്തരമായി ഇസ്രായേലിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, സെൻഹരീബിൻ്റെയും രബ്ശാക്കയുടെയും ഒക്കെ ചരിത്രം നമുക്കറിയാം. ഇപ്രകാരം നിരന്തരമായി അശൂരിയ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ശത്രു നിന്നെ തകർത്തു കളയുമെന്ന് ഇസ്രായേലിന് നേരെ വെല്ലുവിളിക്കുമ്പോൾ, ദൈവം അതിൻ്റെ നടുവിൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, അശൂരിൻ്റെ വെല്ലുവിളികളല്ല കാര്യം തീരുമാനിക്കുന്നത്, എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു തീം എന്ന് പറയുന്നത് കുടുംബജീവിതം, കുടുംബത്തിനകത്തുള്ള ദൈവപ്രവർത്തികൾ നിസ്സാരമായിരിക്കുന്ന ഒരു തീമല്ല. സ്തോത്രം. ശത്രുവായിരിക്കുന്ന സീസര 900 ഇരുമ്പ് രഥങ്ങളുമായി ഇസ്രായേലിൻ്റെ നേരെ യുദ്ധത്തിന് വരുമ്പോൾ ഈന്തപ്പനയുടെ കീഴിൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന പ്രവാചകിയായ ദെബോര അബീനോവിൻ്റെ മകനായിരുന്ന ബറാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നു ഈ ശത്രുവിനെ തകർക്കുവാൻ. അബീനോവിൻ്റെ മകനായ ബറാക്ക് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാൻ അവിടേക്ക്, നീ പറയുന്ന സ്ഥലത്തേക്ക് കയറിപ്പോകാം, പക്ഷേ ആ താബോറിൻ്റെ കൊടുമുടിയിലേക്ക് എനിക്ക് കയറിപ്പോകുവാൻ, ഒറ്റയ്ക്ക് പോകുവാൻ പ്രയാസമാണ്. ആകയാൽ നീ എൻ്റെ കൂടെ വരണം, നീ അവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പുരുഷ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയാത്തത് ഒരമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ജയിക്കുന്നതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആ പോകുന്ന പോക്കിൽ ദെബോര ബരാക്കിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ വന്ന് അവിടെ നിന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നാലേ പറ്റുകയുള്ളെന്ന്. ആകയാൽ ഈ യുദ്ധത്തിനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. താബോറിൻ്റെ മുകൾ തട്ടിൽ ബറാക്ക് യുദ്ധത്തിന് നിൽക്കുമ്പോൾ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് സീസരയുടെ സൈന്യം കയറി വരികയാണ്. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇരുമ്പ് രഥങ്ങളുടെ അണിയറയ്ക്കകത്തു നിന്ന് സീസര ഇറങ്ങി കാൽനടയായി നടന്നു പോവുകയാണ്. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ അവനെതിരെ പൊരുത്. അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന കീശോൻ തോട് ഒരു നദിയായി മാറി ഈ കുതിരകളുടെ കാലടികൾ ഉറയ്ക്കാതെ വണ്ണം ആ യുദ്ധത്തിൽ അവരെ വഴുവഴുപ്പിൽ നിർത്തുകയാണ്. അങ്ങനെ രഥങ്ങൾ മുൻപോട്ട് പോകാത്ത യുദ്ധ സാഹചര്യത്തിൽ സീസര രഥത്തിൽ നിന്നിറങ്ങി എങ്ങോട്ടെന്നറിയാതെ ഓടുകയാണ്. ഓടിച്ചെന്നത് ഒരു കൂടാരത്തിനകത്താണ്. യുദ്ധക്കളത്തിൽ പരാജയപ്പെടേണ്ട, ബാറ്റിൽ ഫീൽഡിൽ പരാജയപ്പെടേണ്ട, അല്ലെങ്കിൽ തുറന്ന താബോറിന്റെ കൊടുമുടിയിൽ പരാജയപ്പെടേണ്ട, കൊല്ലപ്പെടേണ്ടതായ സീസര കൊല്ലപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? കേന്യനായ ഹേബേരിന്റെ കുടുംബത്തിൽ യായേലിന്റെ കൂടാരത്തിനകത്ത് കടന്നു ചെന്ന് ഒരു പാത്രം പാൽ കൊടുത്ത് ചെന്നിയിൽ കുറ്റി തറച്ച് കൊന്നുകളയുകയാണ്. ഞാൻ പറയട്ടെ, താബോരിന്റെ മുകൾ തട്ടിലെ ഇരുമ്പ് രഥങ്ങളും വില്ലും വാളും നിറഞ്ഞ യുദ്ധമണ്ഡലങ്ങളെക്കാട്ടിലും കൂടാരത്തിനകത്ത പ്രാർത്ഥനാ മുറി ശക്തിയേറിയതാണ്. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, കുടുംബത്തിനകത്ത പ്രാർത്ഥനാ മുറികൾക്കകത്ത് പട്ടണത്തിൽ തീർക്കാൻ കഴിയാത്തത്, താബോറിന്റെ ബാറ്റിൽ ഫീൽഡിൽ തീർക്കാൻ കഴിയാത്തത് യായേലിന്റെ കൂടാരത്തിനകത്ത് തീർത്തെങ്കിൽ പട്ടണത്തിലും സമൂഹത്തിലും തീർക്കാൻ കഴിയാത്തത് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് തീർക്കാൻ കഴിയുമെന്ന് ഈ താബോറിലേക്ക് കയറി പോകുന്ന വഴിക്ക് ദെബോര ബരാക്കിന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞു. നീ പറയുന്നു പുരുഷ ശക്തി കൊണ്ട് അവനെ കൊല്ലാൻ കഴിയത്തില്ലെന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സീസരയെ കൊല്ലുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമെന്ന്. ബരാക്ക് ചിന്തിച്ചു കാണും, ശരിയാണ്, ദെബോരയായിരിക്കും ഒരുപക്ഷെ യുദ്ധത്തിന്റെ കൾമിനേഷനിൽ കയറി വന്ന് സീസരയെ അടിച്ചു കളയുന്നതെന്ന്. പക്ഷേ അല്ല. പ്രവാചക
പ്രവാചക അധികാരത്തിൽ ഈന്തപ്പനയുടെ ചുവട്ടിൽ നിന്ന് താബോരിന്റെ മുകളിലേക്ക് കയറിപ്പോയ ദെബോര പ്രവചിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ കൂടാരത്തിനകത്തിരുന്ന യായേലിന്റെ മേൽ അതിന്റെ പൂർണ്ണതയുടെ അധികാരം ദൈവം കൈമാറുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദെബോര ആരംഭിച്ചത് യായേൽ പൂർത്തീകരിച്ചു. ഒന്നുകൂടെ പറയട്ടെ, ദെബോര ആരംഭിച്ചത് യായേൽ പൂർത്തീകരിച്ചു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ആമേൻ, പെൺകുട്ടികളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ഇന്നലകളിൽ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒത്തിരി ദെബോരാമാരുണ്ടായിരുന്നു. ദെബോരാമാർ തുടങ്ങി വെച്ചതിനെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകളിൽ യായേലുമാർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ആകയാൽ ഈ കുടുംബത്തിനകത്തുള്ള ദൈവ സാന്നിധ്യം, കുടുംബത്തിനകത്തുള്ള ദൈവിക സ്വസ്ഥത, അത് വളരെയേറെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആമേൻ. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് ഒത്തിരി കടക്കുന്നില്ല. എന്നേക്കാൾ ശുശ്രൂഷയിലും പ്രായത്തിലുമൊക്കെ മുതിർന്ന, ഞാൻ ഗുരുതുല്യം ആദരിക്കുന്ന അഭിഷക്തന്മാർ ഇരിക്കുന്ന വേദിയിൽ അതിനകത്തേക്ക്, അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ എന്നേക്കാൾ ശുശ്രൂഷയിലും പക്വതയിലും തികവ് പ്രാപിച്ച അഭിഷക്തന്മാർ ഇവിടെ വരുമ്പോൾ അവരതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളെ എടുക്കും. ഞാൻ എന്നാൽ അതിൻ്റെ സ്പിരിച്വൽ റൂട്ടിൽ മാത്രം കടന്നു പോവുകയാണ്. ഈ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 18-ാം വാക്യം അല്ലെങ്കിൽ 32-ാം അധ്യായം ഒരു സാധാരണ വാക്യമായി നിങ്ങൾ കരുതി വിടരുത് കേട്ടോ. ഇതിനകത്തൊരു വലിയ ഡെപ്ത് കിടപ്പുണ്ട്. ആമേൻ. ഞാനൊരു ഉദാഹരണമായി പറയാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 1-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു രാജാവ് എനിക്കൊരു രാജാവുണ്ട്. ആമേൻ. എന്നാൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എനിക്കൊരു ഇടയനുണ്ട്. ആമേൻ. 32-ാം അധ്യായം യെശയ്യാ 32-ന്റെ 1-ൽ എനിക്കൊരു രാജാവുണ്ടെന്ന് പറയുമ്പോൾ 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് എനിക്കൊരു ഇടയൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയും സ്തോത്രം, 23-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നുവെന്നാണ് പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ, അതൊരു മെറ്റീരിയൽ റെസ്റ്റിനെയാണ് കാണിക്കുന്നത്. പച്ചയായ പുൽപ്പുറം ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ മെറ്റീരിയൽ റെസ്റ്റിനെ, സമാധാനത്തെയാണ് കാണിക്കുന്നത്. 32-ാം അധ്യായം 18-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? സ്തോത്രം, എന്റെ ജനം സമാധാന നിവാസത്തിൽ പാർക്കുമെന്ന്. ആമേൻ. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്തേക്ക് നടത്തും എന്ന് പറഞ്ഞാൽ, ആമേൻ, ഒരു ഫിനാൻഷ്യൽ മെറ്റീരിയൽ റെസ്റ്റിനെ കാണിക്കുകയാണ്. എന്നാൽ അതിൻ്റെ 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇത് തന്നെയാണ് 32-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ ജനം നിർഭയ വസതികളിൽ പാർക്കും. ആമേൻ. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നുപോയാലും എന്റെ ജനം നിർഭയ വസതികളിൽ പാർക്കും. ഇനിയും ഞാൻ വീണ്ടും, ആമേൻ, അതിന്റെ 23-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുകയാണ്, അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. ഇതാണ് 32-ാം സങ്കീർത്തനം 32-ാം അധ്യായം യെശയ്യാ 18-ൽ പറയുന്നത്, അവൻ സ്വൈര്യമുള്ള സ്ഥലത്തേക്ക് എന്നെ നടത്തുന്നു. ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ചയായ പുൽപ്പുറങ്ങൾ, അതൊരു ഫിനാൻഷ്യൽ മെറ്റീരിയൽ റെസ്റ്റ് ആണെങ്കിൽ, വെള്ളം എന്നുള്ളത് ഒരു സാമ്പത്തികമല്ല, പകരം സോളിന്റെ റെസ്റ്റ് ആണ്, മൈൻഡിന്റെ റെസ്റ്റ് ആണ്, അവന്റെ ചിന്തകൾ നൽകുന്ന മാനസിക സ്വസ്ഥതയാണ്. ഫിനാൻഷ്യൽ റെസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെസ്റ്റ്, രണ്ട്, അവന് ഒരു സോളിന്, അവന്റെ സോളിനൊരു റെസ്റ്റ് നൽകുകയാണ്. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 23-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുകയാണ്, തിരുനാമ നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. തിരുനാമ നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞാൻ നിങ്ങളുടെ അടുക്കൽ ഓർപ്പിച്ചല്ലോ, 32-ാം അധ്യായം 18-ാം വാക്യത്തിൽ സമാധാനം, നിർഭയത്വം, വിശ്രാമം എന്ന 3 കാര്യങ്ങളെ പറയുമ്പോൾ അതേ വിഷയത്തെ 17-ാം വാക്യത്തിൽ പറയുന്നു, നീതിയുടെ പ്രവൃത്തിയും നീതിയുടെ എഫക്റ്റീവ്നെസ്സുമാണ് എന്ത്? സ്തോത്രം, സമാധാനവും നിർഭയത്വവും വിശ്രാമവും. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, എത്ര ഡെപ്താണ്. ചുമ്മാതെ കയറി പറഞ്ഞു പോയ വാക്യമല്ല 32-18. 23-ാം സങ്കീർത്തനം ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അത്
അങ്ങനെ ഇതിനകത്ത് ആപ്റ്റാകുന്നത്, അങ്ങനെ ഇതിനകത്ത് കയറി കിടക്കുന്നതിനെ കാണാൻ കഴിയും. ഇനിയും ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ആമേൻ, യെശയ്യാ പ്രവചനം 32:18 വരുമ്പോൾ അവിടെ പറയുകയാണ്, അല്ലെങ്കിൽ 17 വരുമ്പോൾ പറയുകയാണ്, വിശ്രാമ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശാശ്വതമായിരിക്കുന്ന 32:17 പറയുന്നു, ശാശ്വതമായിരിക്കുന്ന വിശ്രാമം. ഇത് തന്നെയല്ലേ 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കണ്ടോ? ആകയാൽ ഈ ഒരു തീം എന്ന് പറയുന്നത് കേവലം പ്രസംഗിച്ചു തീർക്കാനോ കേവലം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടേതായിരുന്നു എന്ന് പറയുവാനോ അല്ല. ആമേൻ. ഈ പറയുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റിന്റെ റെസ്റ്റ് ആണ്. ഒരു മനുഷ്യന് ദൈവം നൽകുന്ന 3 റെസ്റ്റുകളെ നമുക്കവിടെ 4 റെസ്റ്റുകളെ നമുക്കവിടെ കാണുവാൻ കഴിയും. 1 ഫിനാൻഷ്യൽ റെസ്റ്റ്, 2 സോളിന്റെ റെസ്റ്റ്, 3 അവന്റെ വാർഫെയറിന്റെ നടുവിൽ, അവന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നൽകുന്ന റെസ്റ്റ് കൂരിരുൾ താഴ്വരയിൽ, 4 ശത്രുക്കളുടെ മുൻപാകെ വിരുന്നൊരുക്കുന്നു വെല്ലുവിളികളുടെ ആമേൻ അവന്റെ കൂരിരുൾ താഴ്വര അവന്റെ കഷ്ടകാലങ്ങളിലുള്ള റെസ്റ്റ് ആണെങ്കിൽ, ആമേൻ ശത്രുക്കളുടെ മുൻപാകെയുള്ള വിരുന്ന് അവന്റെ അഡ്വേഴ്സറികളുടെ മുൻപാകെ, അവന്റെ എൻമിറ്റികളുടെ വെല്ലുവിളികളുടെ മുൻപാകെയുള്ള റെസ്റ്റ്. ഏറ്റവും ഒടുവിലായി പറയുകയാണ്, നിത്യതയുടെ വിശ്രാമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിനാൻഷ്യൽ റെസ്റ്റ്, സോൾ റെസ്റ്റ്, ആമേൻ സീസണൽ റെസ്റ്റ്, അഡ്വേഴ്സറിയുടെ മുമ്പിലുള്ള റെസ്റ്റ്, ഏറ്റവും ഒടുവിലായി നിത്യതയിലെ റെസ്റ്റ്. ഇങ്ങനെ 23-ാം സങ്കീർത്തനം 5 വിധ സ്വസ്ഥതകളെ പഠിപ്പിക്കുമ്പോൾ ആ സ്വസ്ഥതകൾ മുഴുവനും യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 17, 18 എന്ന 2 കൊച്ചുവാക്യങ്ങളിൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഇനിയും ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, ഇന്നലകളിൽ ദാവീദ് പാടിയ സങ്കീർത്തനം ഇപ്പോൾ ദൈവം ഒരു പ്രവാചക ശബ്ദമാക്കി മാറ്റുന്നു. കേട്ടോ? ഞാൻ മുൻപ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. അബ്രഹാം മനസാക്ഷിയുടെ പ്രേരണയിൽ ഒരു കാര്യം ചെയ്തു, ദൈവം അത് തന്റെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചോ. ദാവീദ് മനസാക്ഷിയുടെ പ്രേരണയിൽ ഒരു ആരാധന നടത്തി, പിൽക്കാലത്ത് ദൈവം അതൊരു പ്രൊഫറ്റിക്കൽ വേർഡാക്കി തീർത്തോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മനസാക്ഷിയുടെ നീതി ദൈവം തന്റെ നിയമമാക്കി തീർക്കുക. നിന്റെ നിർമ്മലമായ അധരങ്ങളിൽ നിന്നുള്ള ആരാധന അത് ദൈവം ഒരു പ്രൊഫസിയാക്കി മാറ്റോ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചു ദൈവത്തിന് സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ശംദനബനാം ജലാം ദരബലാം ദുരിയാബര പ്രവർത്താനി. യെശയ്യാ 32:18 4 വാഗ്ദത്തങ്ങളാണ്. സമാധാനം, നിർഭയത്വം, സ്വൈര്യത, വിശ്രാമം. ഈ 4 ഭാഗങ്ങളെയും കൂടെ ചേർത്ത് 4 ഭാഗങ്ങളുടെയും ഒരു വാഗ്ദത്തങ്ങളുടെ പാക്കേജ് നൽകുകയാണ്. പക്ഷേ ആ പാക്കേജ് എല്ലാവർക്കും പോയി എടുക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ ഗണത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹിസ് പീപ്പിൾ, അവന്റെ ജനത്തിന്, അവന്റെ ജനത്തിന്, അവന്റെ ജനത്തിന്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ സമരസപ്പെടും. കേട്ടോ? ഏതൊരു സാഹചര്യത്തിലും നമ്മൾ സമരസപ്പെടും. ഇസ്രായേൽ മിസ്രൈമിൽ പോയി 400 സംവത്സരം അവിടെ കഷ്ടതയിലൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ 3.5 നൂറ്റാണ്ടോളം അവർ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. ആകയാൽ അവരെ അവിടെ നിന്ന് പൊക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഫറവോൻ വഴി അവരെ ജീവിതം കഠിനമാക്കിയത്. ഇത്രയും കഠിനമായിട്ടും പകുതി വഴിക്ക് വന്നപ്പോൾ ഇവരെന്തോ പറയുന്നതെന്നറിയാമോ? അയ്യോ, അവിടെ ഇരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിറ്റുള്ളി ചുവന്നുള്ളി ഇറച്ചിക്കലം ഇത് മുഴുവനും ഉണ്ടായിരുന്നെന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി അവനങ്ങ് സെറ്റാകും. ഇതുപോലെ 70 വർഷത്തെ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അയ്യോ, യെരൂശലേം പോയി എന്ന്. എന്നാൽ 70 വർഷങ്ങൾക്കപ്പുറം സൈറസ് ഭരണമേൽക്കുമ്പോൾ സൈറസ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ ഇടയിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മടങ്ങി പോകട്ടെ. എല്ലാവരും മടങ്ങി വന്നോ? എല്ലാവരും മടങ്ങി വന്നില്ല. ആമേൻ. അവന്റെ ജനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇടിഞ്ഞു കിടക്കുന്ന യെരൂശലേമിലേക്ക് വന്ന് ആമേൻ തകർന്നു കിടക്കുന്ന ആലയത്തെ പണിതെടുക്കുന്നവനായിരുന്നു അവന്റെ ജനം. ലാംസ്മരാനിയ യെരൂശലേമിലെ ആലയം പണിയപ്പെട്ടോ, അതിലെ തെരുവ് വിളക്കുകൾ കത്തിയും അതിൽ നിരന്തരം ഉത്സവങ്ങൾ നടക്കുമ്പോഴോ അതിലേക്ക് കയറി വരാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ ആലയം തകർക്കപ്പെട്ട് പട്ടണം ഇടിക്കപ്പെട്ട് യെരൂശലേം നിർജ്ജനമായി കിടക്കുമ്പോൾ അതിലേക്കൊന്ന് തിരിഞ്ഞു വരാൻ, അതിലേക്ക് ആമേൻ നിരന്തരം പെയ്യുന്ന മഞ്ഞിനകത്തും മഴയ്ക്കകത്തു നിന്ന് ആമേൻ പട്ടണവാതിൽക്കൽ നിന്ന് കരയാൻ എസ്രയോടൊപ്പം നിൽക്കാൻ, സെക്കറിയാവിനോടും സെരുബാബേലിനോടും ഒപ്പം നിന്ന് പോരാടാൻ അവൻ യഹൂദരി എല്ലാവരുമല്ല, അവന്റെ ജനമായി
ജീസസ്. അപ്പൊ അവന്റെ ജനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. They are not mere beneficiaries. ദൈവസഭയിൽ ഒത്തിരി ബെനിഫിഷ്യറീസ് ഉണ്ട്. അവർ ദൈവസഭയിൽ കടന്നു വന്ന് നന്മ അനുഭവിക്കും, അനുഗ്രഹം അനുഭവിക്കും, ഉയർച്ച അനുഭവിക്കും. Let them enjoy it more. പക്ഷേ ദൈവസഭയ്ക്ക് ബെനിഫിഷ്യറീസ് അല്ലാതെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫ എന്ന്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിന്റെ അടുക്കൽ ചോദിക്കുന്നു, ദൈവസഭയുടെ ബെനിഫിഷ്യറി ആയി ഇരിക്കാനാണോ ആഗ്രഹം, അതോ ദൈവസഭയുടെ ദൈവരാജ്യത്തിന്റെ പാർട്ട്ണറായി നിൽക്കാനാണോ ആഗ്രഹം? ആമേൻ. ഈ ഭൂമിയിൽ എനിക്ക് ദൈവസഭയിൽ വന്നിട്ട് ഒരു സുഖവും കിട്ടിയില്ലെങ്കിലോ, ഒരു നന്മയും കിട്ടിയില്ലെങ്കിലോ, ഒരു മഹത്വവും കിട്ടിയില്ലെങ്കിലും അവന്റെ പ്രവർത്തികളിൽ എന്നെ ഒന്ന് പങ്കാളിയാക്കിയാൽ, അവനുമായിട്ടൊന്ന് പാർട്ട്ണർ ചെയ്യാൻ കഴിഞ്ഞാൽ, അവനുമായിട്ടൊന്ന് വലം കൈ പിടിപ്പാൻ കഴിഞ്ഞാൽ, അതാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യം. എൻ്റെ സഹോദരങ്ങളെ, ആഭിചാരമോ മന്ത്രവാദമോ പാരമ്പര്യ ശാപമോ ഒക്കെ കെട്ടി ജീവിതം നശിപ്പിച്ച ഒത്തിരി പേരെ ദൈവം അടിച്ച് സഭയ്ക്കകത്ത് കയറ്റിക്കൊണ്ടുവരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, അങ്ങനെ ഏതേലും ബന്ധനത്തിന്റെ വിടുതൽ തരാനല്ല അപ്പൻ നിന്നെ ഇതിനകത്ത് വിളിച്ചോണ്ട് വന്നത്. അതിനപ്പുറം അമേ, ശമൂവേലിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, അമേ, നീ ഇവിടെ നിന്ന് കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് പുറപ്പെടണം. അമേൻ. അവിടെ ഒരുത്തനെ ഞാൻ കണ്ടിരിക്കുന്നു, അവൻ എന്റെ ജനത്തിന് അമേൻ രാജാവായിരിക്കും. ആദ്യ ഒരുത്തനെ കുറിച്ച് പറഞ്ഞു, നാളെ ഈ നേരത്ത് ഒരുത്തൻ നിന്റെ വീട്ടിൽ കയറി വരും, അവൻ വിശന്ന് വലഞ്ഞു വരികയാ, അവന് നീ 2 കൈക്കുറക് മാറ്റി വെച്ചേക്കണോ, അവന്റെ കഴുതയൊക്കെ കിട്ടിയെന്ന് പറയണോ. അമേൻ. ശൗല് കയറി വന്നപ്പോ ശമൂവേലിന്റെ ദൂതിതായിരുന്നു, അവന് ഭക്ഷണവും കൊടുക്കണം, അവന്റെ നഷ്ടങ്ങൾ മാറിയെന്നും പറയണോ. പക്ഷെ ദാവീദിനെ വിളിക്കുമ്പോ ദാവീദിന് കഴുത കിട്ടിയെന്നും പറഞ്ഞില്ല, ദാവീദിന് ഭക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞു, ഞാൻ അവനെ എന്റെ ഹൃദയത്തിനേറ്റ പുരുഷനായി കണ്ടിരിക്കുന്നു. നീ ഇവിടെ നിന്ന് തൈലക്കൊമ്പ് നിറച്ച് ദാവീദിന്റെ അടുക്കൽ പോയി അവനെ വിളിച്ചു നിർത്തിയിട്ട് നിന്റെ അപ്പന്റെ കഴുത കിട്ടിയെന്ന് പറയരുത്, നിനക്ക് വേണ്ടി കൈക്കുറക് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയരുത്. പകരം നീ ഒന്ന് പറയണോ, എന്റെ ജനത്തിന്റെ പ്രഭുവായിരിക്കാൻ, to build the kingdom of God, to build the temple of God, ഞാൻ അതിന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുവാണെന്ന് പറയണം. ശൗലിന്റെ വിളിയാണോ ഉന്നതം, ദാവീദിന്റെ വിളിയാണോ ഉന്നതം? കംഫോർട്ടബിൾ കോളിംഗ് ഏതാ? കംഫോർട്ടബിൾ കോളിംഗ് ഏതാ? ശൗലിൻ്റെതാണ്. ആമേൻ. ഇനിയും അടുത്ത കാര്യം, ശൗലിനെ അഭിഷേകം ചെയ്യുന്ന ദിവസം ശമൂവേൽ അങ്ങോട്ട് ഫുഡ് കൊടുത്തു. ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ദിവസം ശമൂവേലിനെ ദാവീദിന്റെ അപ്പൻ ഇങ്ങോട്ട് ഫുഡ് കൊടുത്തു. ആമേൻ. ചെലവ് കൊടുത്ത് അഭിഷേകം പ്രാപിച്ചവൻ ആരാ? ദാവീദ്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എനിക്ക് ശൗലായ പോരാ, എനിക്കൊരു ദാവീദാകണം. ജീസസ്. നമുക്ക് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, അത് പാടാം, എല്ലാവർക്കും പാടാം. പക്ഷേ അതിൻ്റെ അവസാനത്തെ ഇരടികൾ വരുമ്പോൾ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മണി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതിലേത് സ്റ്റാൻസ പാടുമ്പോഴാ ചങ്കിലൊന്നും കൂടെ ഒരു തീ? ഇതിലേത് പാടുമ്പോഴാ ഹൃദയത്തിൽ ഒന്നും കൂടെ ഒരു കനൽ? Do not be mere beneficiaries of the kingdom of God, but be the partners of the kingdom of God. Amen. അപ്പോ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ച ഭാഗത്തിലെ സകല നന്മകളും ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി മാത്രം. അപ്പൊ ദൈവത്തിന്റെ ജനമായിരിക്കണമെങ്കിലുള്ള 5 ഭാഗങ്ങൾ: 1, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം; 2, റിഫൈൻ ചെയ്യപ്പെടുന്ന പ്രതിസന്ധികൾ; 2, പ്രൂവ് ചെയ്യപ്പെടുന്ന പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളെ അതിജീവിക്കണം; 3, പ്രതിസന്ധികളുടെ നടുവിലും അല്ലാതെയും കർത്താവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം; 4, അവൻ കപടമില്ലാത്തവനായിരിക്കണം; 5, അവൻ വേർപാടുള്ളവനായിരിക്കണം.
ഇവനെ ദൈവം സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി എന്നുള്ളത് നീതിയാണ്. നീതിയുടെ 4 തലങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, മാനിഫെസ്റ്റബിൾ റൈച്ചസ്നസ്, ഗോഡ്സ് റൈച്ചസ്നസ്. 2, ഇംപ്യൂട്ടഡ് റൈച്ചസ്നസ്, കണക്കിടപ്പെടുന്ന നീതി. 3, ഇമ്പാർട്ടഡ് റൈച്ചസ്നസ്, പകരപ്പെടുന്ന നീതി. 4-മതായി ഒരു നീതിയുണ്ട്, അത് പ്രാക്ടീസബിൾ റൈച്ചസ്നസ്, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായ നീതി, അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ റൈച്ചസ്നസ്. അതാണ് ലോകത്തിന്റെ നടുവിൽ സാക്ഷ്യമായി തീരുന്നത്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജനം സമാധാന നിവാസത്തിൽ പാർക്കും. ആമേൻ. അപ്പോൾ ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ, ഒരു ദൈവമനുഷ്യൻ ഉണ്ടാകേണ്ട ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത്, വലങ്കരമുയർത്തി പറഞ്ഞ് സമാധാനം, സമാധാനം, സമാധാനം. പക്ഷേ അവിടെ ഒരു ചോദ്യം വരികയാണ്, എന്താണ് സമാധാനം? എങ്ങനെയാണ് സമാധാനം? ഇന്ന് രാത്രി ഞാൻ സമാധാനത്തിൻ്റെ ചില തലങ്ങളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകാം. സമാധാനത്തിൻ്റെ ചില ഭാഗങ്ങളെ ഞാൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനമായി 5 വിധത്തിലാണ് നമുക്ക് സമാധാനത്തെ നമുക്ക് പഠിപ്പാൻ കഴിയുന്നത്. പ്രധാനമായി 5 വിധത്തിലാണ് സമാധാനത്തെ പഠിപ്പാൻ കഴിയുന്നത്. ഒന്നാമതായി റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ കുടുംബത്തിൽ ആദ്യം സമാധാനം. ഇന്ന് രാവിലെ അഭിഷക്തൻ ആരാധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ആദ്യം സമാധാനം നമ്മുടെ അകത്തു വരണം, പിന്നെ കുടുംബത്തിലുണ്ടാകത്തുള്ളൂ. അമ്മേ, ആ അകത്തുള്ള സമാധാനത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോടുള്ള സമാധാനം. എൻ്റെ അടുക്കൽ പേഴ്സണലി ചോദിച്ചാൽ, നീ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ആരോടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും, ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത് ആരോടാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത് എൻ്റെ ദൈവത്തോടാണ് പിണങ്ങിയിട്ടുള്ളത്. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത് ദൈവത്തോടാണ് പിണങ്ങിയിട്ടുള്ളത്. ആമേൻ. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പിറുപിറുത്തത് ഫറവോനോടല്ല പിറുപിറുത്തത് മുഴുവനും ദൈവത്തോടാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തൊടുന്ന ഒരു വാക്യമുണ്ട്, 40 വർഷം ഞാൻ അവരുടെ സ്വഭാവത്തെ സഹിച്ചു എന്ന്. ആമേൻ, ആമേൻ. ഇസ്രായേലിനെ സഹിച്ചതിന് ശേഷം ദൈവം ഏറ്റവും കൂടുതൽ സഹിച്ചത് എന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം സഹിച്ചു. കാരണം നമ്മൾക്ക് പലപ്പോഴും ദൈവത്തോട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ലെന്നറിയാമോ? സമാധാനം പുലർത്താൻ കഴിയുന്നില്ല. എന്നാൽ എൻ്റെ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. യേശു ക്രൂശിൽ മരിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത് നമ്മൾ പറയും എൻ്റെ വിടുതലിന് വേണ്ടിയാണ്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ. പക്ഷെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ വായിച്ചു വിടാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ആരോട് സമാധാനമുണ്ടാക്കി? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഉണ്ടായ സമാധാനം ആര് തമ്മിലാണ്? മനുഷ്യനും ദൈവവും തമ്മിലാണ്. ഇനി 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? 21-ാം വാക്യം. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. മുമ്പേ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തേണ്ടതിന് വേണ്ടി യേശു മരിച്ചു. ആമേൻ. ഇതിനകത്തെ 2-ാമത്തെ വാക്ക് വിട്ടേര്. ആമേൻ. ശത്രുക്കളായിരിക്കുന്നവർ, ദൈവത്തിന് ശത്രുക്കളായിട്ടുള്ളവരാരും ഇന്ന് രാത്രി ഇതിനകത്തില്ല. പക്ഷെ അതിലെ ഫസ്റ്റ് പാർട്ട് കണ്ടോ? മനസ്സുകൊണ്ട് അകന്നുപോയവർ. ആമേൻ. ഇന്ന് രാത്രികാലം ഹൃദയത്തിന്റെ ആഴത്തിൽ ചോദിച്ചേ, ഹൗ മച്ച് ഇന്റിമേറ്റ് വിത്ത് ഗോഡ്, ഹൗ മച്ച് അറ്റാച്ച്ഡ് വിത്ത് ഗോഡ്. മനസ്സുകൊണ്ട് അകന്നുപോയവനെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി മണവാട്ടിയായി നിർത്താൻ തക്കവണ്ണം യേശു കാൽവറിയിൽ തന്റെ രക്തം ചൊരിഞ്ഞെന്ന്. മനസ്സുകൊണ്ട് അകന്നുപോയവരെ എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുക്കൽ പിണങ്ങിയപ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുക്കൽ മിണ്ടാതിരുന്നപ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തോട് പിണങ്ങി പുസ്തകം മടക്കി വെച്ചപ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തോട് പിണങ്ങി ആരാധനയ്ക്ക് പോകാതിരുന്നപ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തോട് പിണങ്ങി ആരാധനയ്ക്ക് വന്ന് ഇന്ന്
എന്ത് സംഭവിച്ചാലും കൈയടിക്കത്തില്ലെന്ന് ശപഥം ചെയ്തിരുന്നിട്ടോ അപ്പൻ നമ്മളോട് കരുണ കാണിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മനസ്സുകൊണ്ട് അകന്നുപോയവരെ തന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയെന്ന്. ഇന്ന് രാത്രി ഞാൻ അപ്പന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അവന്റെ കാൽവറി, അവന്റെ രക്തം എനിക്ക് വേണ്ടി നൽകിയ സമാധാനമാണ്. ജീസസ്. അപ്പൊ ഒന്നാമത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ദൈവ മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം അവൻ ആരോട് സമാധാനം ഉണ്ടാകണം? ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യന്റെ പ്രത്യേകത അവൻ 99 നന്മകളെ ഓർക്കത്തില്ല, പക്ഷെ എന്ത് ഓർക്കുമെന്നറിയാമോ? ഒരു തിന്മയെ ഓർക്കും. നിങ്ങളുടെ പാസ്റ്റർ എല്ലാ ആഴ്ചയും നിങ്ങളെ കണ്ട് പ്രൈസ് ലോർഡ് പറഞ്ഞത് നിങ്ങൾ ഓർക്കത്തില്ല. ഒരു ദിവസം തിരക്കിട്ട് വരുന്ന വഴിയിൽ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് അന്നത്തെ ആരാധന ഫ്ലോപ്പ്. അമ്മേ കണ്ടോ, നമ്മുടെ മനസ്സ് എപ്പോഴും, പ്രപഞ്ചം എപ്പോഴും നെഗറ്റിവിറ്റിയെ ക്യാരി ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും പറയും, നോഹ ഒരു ആയുഷ്കാലം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു, ആരേലും മാനസാന്തരപ്പെട്ടോ? ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. അമ്മേ, മൃഗങ്ങൾ പോലും കേട്ടിട്ടും മനുഷ്യർ ഒരെണ്ണം കേട്ടില്ല. പക്ഷേ നോഹ ദേഷ്യം വന്നപ്പോൾ തൻ്റെ കൊച്ചുമകനെ പിടിച്ചൊരു പ്രാക്കി ഏറ്റു. അമേൻ. അപ്പൊ പ്രപഞ്ചം എപ്പോഴും നെഗറ്റിവിറ്റിയെ ക്യാരി ചെയ്യുന്നതാണ്. അമേൻ. പക്ഷേ ഇവിടെ ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ദൈവത്തോട് സമാധാനം. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തോട് സമാധാനം ഉണ്ടാകാത്തത്? ദൈവം ചെയ്ത നന്മകൾ നമ്മൾ ഓർക്കുന്നതിനെക്കാട്ടിലുപരി ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് തരാത്തതായ പെയിൻ നമ്മുടെ മനസ്സിനകത്ത് കിടക്കും. ഒരിക്കൽ ഒരു അഭിഷക്തൻ പ്രസംഗിച്ച് ഒരു ഭാഗം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആമേൻ. അദ്ദേഹം സാങ്കല്പികമായി പറഞ്ഞതാണ്. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. പിറ്റേ സഭാരാധന. പത്രോസിന്റെ ഭാര്യ എഴുന്നേറ്റ് സാക്ഷി പറയുകയാണ്, ദൈവമക്കളെ, ദൈവസഭയിൽ അന്ന് രാത്രികാലം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ശക്തമായ പ്രാർത്ഥനയിൽ എൻ്റെ അച്ഛനെ ദൈവം ദൂതനെ അയച്ചു വിടുവിച്ചു. ദൈവസഭയോടും അഭിഷക്തന്മാരോടുമുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ, എൻ്റെ അച്ഛൻ കർത്താവിൻ്റെ വേലയിൽ അധികം പ്രയോജനപ്പെടാൻ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന്. തൊട്ടിപ്പുറത്ത് വേറെ ഒരു സഹോദരി ഇരിപ്പുണ്ട്. ആരായിരുന്നെന്നറിയാമോ? യാക്കോബിന്റെ ഭാര്യ ഇരുന്ന് മനസ്സിനകത്ത് ചിന്തിക്കും, പത്രോസ് ഒരു കാരാഗ്രഹത്തിൽ കിടന്നപ്പം പ്രാർത്ഥിക്കാൻ ആളുണ്ടായിരുന്നു, ഹോൾ നൈറ്റ് പ്രയർ ഉണ്ടായിരുന്നു, ഉപവാസം ഉണ്ടായിരുന്നു, വിടുതലുണ്ടായിരുന്നു, ദൈവത്തിന് ദൂതനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ടവളുടെ ഹസ്ബൻഡ് അവിടെ കിടന്നപ്പം ചോദിക്കാനും ആരുമില്ല, പറയാനുമില്ല. അമ്മേ, ഏതായാലും എൻ്റെ ഭർത്താവിന് ശുശ്രൂഷയില്ല, ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ചത്തോട്ടെന്ന് ദൈവം ചിന്തിച്ച് കാണും. അമ്മേ കണ്ടോ, നമ്മുടെ മൈൻഡിനെ എങ്ങനെയൊക്കെ പിശാചിന് ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ദൈവം എന്നെ വിളിച്ച വിളിക്ക് വിരുദ്ധമായി ദൈവം എന്നിൽ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സിംഹാസനത്തിന് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. യാക്കോബിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടോ? അമേൻ. ഞാൻ ഇങ്ങനെ പറയും, പത്രോസ് പ്രസംഗിച്ചു സഭയെ ധൈര്യപ്പെടുത്തിയപ്പോൾ യാക്കോബ് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് സഭയെ ധൈര്യപ്പെടുത്തി. ആമേൻ. യാക്കോബ് മരിക്കുമ്പോഴും പത്രോസ് പുറത്തു വരുമ്പോഴോ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാവുകയായിരുന്നു. ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയണം, ചിലർ വിടുവിക്കപ്പെടുമ്പോഴാണ് ദൈവപ്രവൃത്തിയെങ്കിൽ വിടുവിക്കപ്പെടാതിരിക്കുമ്പോഴും നീ പിടിച്ചു നിൽക്കുന്നതാണ് ദൈവപ്രവൃത്തി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളെല്ലാവരും പറയുക, രാത്രിയുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചോ? പക്ഷെ അതിനൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ആദ്യത്തെ 3 യാമങ്ങളോ ആമേൻ ദൈവം കാറ്റിനെ ശാസിച്ചില്ല, കടലിനെ ശാസിച്ചില്ല. പക്ഷെ ഈ കാറ്റിനകത്ത് ഒലഞ്ഞു പോകാതെ, ഈ കടലിനകത്ത് മുങ്ങിപ്പോകാതെ ഈ പടകിനെ പിടിച്ചു നിർത്തി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 4-ാം യാമത്തിലെ വിടുതലിനെക്കാട്ടിലോ 3 യാമങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയാണ് ശ്രേഷ്ഠം. ജീസസ്. ആമേൻ. ചിലരുടെ കോളിംഗ് 4-ാം യാമത്തിലെ വിടുതൽ അനുഭവിക്കാനാണ്, ചിലരുടെ കോളിംഗ് 3 യാമങ്ങളിലെ കൃപ അനുഭവിക്കാനാണ്. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ഹിതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. റോമാലേഖനം 12-ാം അധ്യായം പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഹിതം നന്മയാണ്, ദൈവത്തിന്റെ ഹിതം പ്രസാദമാണ്, ദൈവത്തിന്റെ ഹിതം പൂർണ്ണതയാണ്. ദൈവത്തിന്റെ ഹിതം അപൂർണമല്ല, ദൈവത്തിന്റെ ഹിതം തിന്മയല്ല, ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഹിതം അപ്രിയമായിരിക്കുന്ന ഒരു സത്യമല്ല. ദൈവത്തിന്റെ ഹിതം നന്മയാണ്. ആമേൻ. ട്രസ്റ്റ് ഇൻ ഗോഡ്. ആമേൻ. ദോഷമായിട്ട് എൻ്റെ ദൈവം എന്നോട് ഒന്നും ചെയ്യത്തില്ല. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആമേൻ. ജീവിതത്തിന്റെ കഷ്ടാരിഷ്ടതകളെ നോക്കി ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി വലങ്കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട്, ദൈവം എന്നോട് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവൻ ചെയ്യുകയുമില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നുമില്ല. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട്, എന്റെ ജീവിതത്തിൽ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയുമില്ല. I believe in the faithfulness of God. Holy Spirit, Holy Spirit. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, മരുഭൂമിയുടെ പ്രതികൂലത്തിനകത്ത് ഇസ്രായേൽ പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് മരിക്കുമെന്ന്. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞവരെല്ലാം അവിടെ കിടന്ന് മരിച്ചു. അമ്മേ, ഞങ്ങൾ അവിടെ പോകുമെന്ന് പറഞ്ഞ രണ്ടുപേര് അവിടെ പോയി. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ജനറേഷൻ ഉണ്ട്. അവർക്ക് പോകുമെന്നും പറയാൻ അറിയത്തില്ല, പോവത്തില്ലെന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ അവരെ നോക്കിയിട്ട് അവരുടെ പൂർവന്മാർ ശപിച്ചു, ഈ കുഞ്ഞുങ്ങൾ കൊള്ളയായി പോകുക, ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുക, ഇവരെവിടെയും എത്തത്തില്ലെന്ന്. പക്ഷെ സ്വർഗം മോശ മുഖാന്തരം അവരോട് പറഞ്ഞു, വല്ലവരും കൊള്ളയിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ ഈ പിള്ളാരെ ഞാൻ അവിടെ എത്തിക്കുമെന്ന്. ഇന്ന് രാത്രികാലം അറിയണം, ദൈവം ദോഷമായി നിങ്ങൾക്കൊന്നും ചെയ്യത്തില്ല, ദോഷമായിട്ട് ചെയ്യത്തില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ അറിയാത്ത ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് ദോഷം ചെയ്യാൻ അറിയുകയില്ല, ദൈവത്തിന് ദോഷം ചെയ്യാൻ കഴിയുകയില്ല. അവൻ വെളിച്ചമാണ്, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്, അവൻ നന്മയുടെ ഉറവിടമാണ്. ആമേൻ. ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ, ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ കൈകളിൽ രുചിച്ചതിൽ തിന്മയായി ഒന്നുമില്ല, കൈകളിൽ രുചിച്ചതിൽ തിന്മയായി ഒന്നുമില്ല. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു, ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേയന്തി അലയുന്നു വലയുന്നു, ഭക്തന്മാരിഹേയന്നു അലയുന്നു വലയുന്നു. ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ, ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ കൈകളിൽ രുചിച്ചതിൽ തിന്മയായി ഒന്നുമില്ല, കൈകളിൽ രുചിച്ചതിൽ തിന്മയായി ഒന്നുമില്ല. ശിക്ഷയായി ഫലതന്മേൽ വന്നു ഞാൻ അറിയുന്നു, ശിക്ഷയായി ഫലതന്മേൽ വന്നു ഞാൻ അറിയുന്നു. രക്ഷകനടിയന്മേൽ പക്ഷമായി ചെയ്തതെല്ലാം, രക്ഷകനടിയന്മേൽ പക്ഷമായി എല്ലാം. സങ്കടം ബഹുവിധം സാധു ഞാൻ രുചിച്ചതിൽ, സങ്കടം ബഹുവിധം സാധു ഞാൻ രുചിച്ചതിൽ തൻ കൃപയളവന്യേ അനുഗ്രഹ നിറവേകി, തൻ കൃപയളവന്യേ അനുഗ്രഹ നിറവേകി. എത്ര നല്ലുടയാവേ കൃമിയാമടിയന്മേൽ,
എത്ര നല്ലുടയാവേ മടിയന്മേൽ ഇത്ര മാതയ തോന്നാൻ ഓർക്കുകയിലൊന്നുമില്ലേ, ഇത്ര മാതയ തോന്നാൻ ഓർക്കുകയിൽ ഒന്നുമില്ലേ. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടെന്ന് പറഞ്ഞേ, ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേ അലയുന്നു, ഭക്തന്മാരിഹേ. ആ വലകരകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊരു സാക്ഷ്യം പറഞ്ഞേ, ഞാനോ ഇതേവരെ ദൈവമാ അപ്പായേ, ഞാനോ ഇതേ എന്റെ അപ്പാ ദൈവമാ. ദൈവത്തോടൊരു സമാധാനം ഉണ്ടാകട്ടെ. എവിടെയെങ്കിലും ദൈവത്തോട് ഇന്നലകളിൽ ഇടറിയതുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ട്, അപ്പാ എവിടേക്കോ ഞാൻ പിണങ്ങി, എവിടേക്കോ പിറുപിറുപ്പുണ്ട്. സഭയിൽ വരുന്നുവെന്നുള്ളത് സത്യം, ദശാംശം കൊടുക്കുന്നുവെന്നുള്ളത് സത്യം. പക്ഷെ എവിടെയോ എന്റെ ക്രിസ്തീയ ജീവിതം മരവിച്ചു പോയി, ഞാൻ മടുത്തുപോയി. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാഞ്ഞതിൽ എനിക്ക് അങ്ങയോട് പിണക്കമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നറിയുന്നു, ഞാനോ ഇതേവരെ ദൈവമാ അപ്പാ കൈകളിൽ രുചിച്ച എൻ മനമേ, ദൈവം നിനക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല. കൈകളിൽ ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല. അവൻ എനിക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. കൈകളിൽ രുചിച്ച അവൻ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ദോഷം വരുത്തത്തില്ലെന്നൊന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു മനുഷ്യൻ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ആദ്യം അവൻ ആരോട് സമാധാനം ഉണ്ടാകണം? ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. Somewhere he lost it. ആകയാൽ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു കാലത്ത് ദൈവത്തോട് ഒത്തിരി പിണങ്ങിയവരാ, പരിഭവിച്ചവരാ, പരാതി പറഞ്ഞവരാ. പക്ഷേ നമ്മുടെ ലൈഫിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം. ഏത് തിന്മ കടന്നു വരുമ്പോഴും ഇതിനപ്പുറം ഒരു നന്മയുണ്ട്. ഇതെന്റെ ദോഷത്തിനല്ല, ഇതെന്റെ നന്മയ്ക്കാ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, റിഫൈനിങ് ട്രയൽസ് ഉണ്ട്, പ്രൂവിങ് ട്രയൽസ് ഉണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടെന്ന് പറയരുത്, ദൈവം എന്നെ മറന്നു കളഞ്ഞെന്ന് പറയരുത്. ദൈവം സങ്കടത്തോട് പറയുകയാണ്. സിയോൻ പറയുന്നു, ഞാൻ അവളെ മറന്നു കളഞ്ഞെന്ന്. എങ്ങനെയാ പറയാൻ പറ്റുന്നേ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുവോ? ഇല്ല, ഇനി അവള് മറന്നാലും ഞാൻ മറക്കത്തില്ല. അതെന്താ അവർ തിരിച്ചറിയാത്തത്? ഇന്ന് രാത്രികാലം ആമേൻ, മനസ്സുകൊണ്ട് ദൈവത്തോട് എവിടെയെങ്കിലുമൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരാം. ദൈവത്തോട് ആഴമേറിയ ഒരു സമാധാനം നമുക്കുണ്ടാകണം. ഒന്ന്, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടാകണം. ദൈവം നമ്മൾക്ക് ദോഷം ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പിനകത്തും. രണ്ട്, ദൈവേഷ്ടത്തിനകത്ത് സമ്പൂർണമായി സമർപ്പിക്കാൻ കഴിയുമ്പോഴും. ഞാൻ പേഴ്സണലി നിങ്ങളുടെ അടുക്കൽ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ഒരു പ്രാർത്ഥനയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പറയണം, ലോർഡ് അൺകണ്ടീഷണലി ഐ സബ്മിറ്റ് മൈസെൽഫ് അൺടു യു. കർത്താവെ, അൺകണ്ടീഷണലി, വ്യവസ്ഥകൾ കൂടാതെ ഞാൻ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ മാത്രം വലങ്കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, വ്യവസ്ഥകൾ കൂടാതെ ഞാൻ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നു. അൺകണ്ടീഷണലി ഐ സബ്മിറ്റ് മൈസെൽഫ് അണ്ടു യുവർ ഫീറ്റ്. നിന്റെ പാദത്തിങ്കൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, യാഗപീഠത്തിലെ ബലിമൃഗം പോലെ അൺകണ്ടീഷണൽ സബ്മിഷൻ, അൺകണ്ടീഷണൽ സബ്മിഷൻ. ആമേൻ. എൻ്റെ ദൈവം എന്നെ, ആമേൻ, നമ്മുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങുന്ന എൻ്റെ കൊച്ചു പ്രായത്തിൽ, എൻ്റെ 18-ാമത്തെ വയസ്സിൽ
മനസ്സിലാണ് ഇത് ഞാൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ അടുക്കൽ 1-2 പേർ വളരെ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോനെ നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില കോൺട്രാക്റ്റുകൾ ചെയ്യണം. കർത്താവേ, ഞാൻ എൻ്റെ നല്ല ആയുസ്സിനെ നിനക്ക് തരികയാണ്, നീ എന്നെ ഇന്ന വിധത്തിൽ ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് നീ കോൺട്രാക്ട് ചെയ്യണമെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അന്ന് രാത്രി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തോട് കോൺട്രാക്ട് ചെയ്യണമെന്ന്. പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ വാസ്തവം പറഞ്ഞാൽ എന്താ പറയേണ്ടിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അടുത്തത് എൻ്റെ മനസ്സിനെ അലട്ടിയ ഒരു വിഷയം, ഞാൻ പറയുന്നതിനെക്കാട്ടിലും വലിയൊരു കാര്യം ദൈവം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് നടന്നാൽ മതി. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു കോൺട്രാക്റ്റ് പറഞ്ഞിട്ടില്ല. ഞാനൊരു കോൺട്രാക്ട് ബേസിലെ ദൈവരാജ്യത്തിലെ ജീവനക്കാരനല്ല, വ്യവസ്ഥകളില്ലാത്ത അപ്പൻ്റെ അടിമയാണ് ഞാൻ. ആമേൻ. ഒത്തിരി ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട്, കമ്പനിക്ക് കുഴപ്പമില്ല പിന്നെ എനിക്കെന്താ കുഴപ്പം, അപ്പന് വേദനയില്ലേ പിന്നെ എനിക്കെന്താ പ്രശ്നം. There we can relax. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പൊ ദൈവത്തോട് ഒരു സമാധാനം ഉണ്ടാകണം. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. കഷ്ടതകളിലൊന്നും നമ്മൾ ദൈവത്തെ തള്ളി പറയത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ തള്ളി പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി കൂടുമ്പോഴാണ്, ഇതിൻ്റെ പ്രശ്നം കൂടുമ്പോൾ. ഞാൻ ഒരിക്കൽ ദൈവം ഓരോ സമയത്ത് നമ്മുടെ പ്രായമനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ചില നാളുകൾ കഴിഞ്ഞു, കഠിനമായ പരീക്ഷകൾ, പരിശോധനകൾ, രാത്രികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയാൻ മാത്രം അറിയാം, വേറെ ഒരു വകയും നിവൃത്തിയില്ല. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവ് ഇത് തീരത്തില്ലയോ, ഇത് തീരത്തില്ലയോ, കഷ്ടത തീരത്തില്ലയോ, കഷ്ടത തീരത്തില്ലയോ. കർത്താവ് ഒരു ദിവസം രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ചോദിച്ചു, ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് എത്ര വർഷത്തെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 മാസം കൊണ്ട് 1 വർഷം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ ചോദിച്ചു, ITI എത്ര വർഷമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 1 വർഷമുണ്ട്, 2 വർഷമുണ്ട്. അടുത്തത് എൻ്റെ കാതുകളിൽ അടുത്ത ചോദ്യം വരിക, പോളിടെക്നിക്ക് എത്ര ഉണ്ടെന്ന്. ഞാൻ മറുപടി പറഞ്ഞു 3 വർഷമുണ്ടെന്ന്. അടുത്തത് ചോദിക്കുക, ബിടെക് എത്ര വർഷമുണ്ട്. ഞാൻ പറഞ്ഞു 4 വർഷമുണ്ട്. ബിടെക് കഴിഞ്ഞാൽ എല്ലാം തീർന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, റിസർച്ച് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുക്കൽ ചോദിച്ചു, നിന്റെ കഷ്ടത എവിടെ പഠിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലര് പെട്ടെന്ന് അവരുടെ കഷ്ടത കഴിയും. ഞാൻ പറയും ITI സർട്ടിഫിക്കറ്റ്. ചിലർ കണ്ടു ഒന്നും കൂടെ ഒന്ന് കഷ്ടം, കഷ്ടരാത്രികൾ, ദുർദിവസങ്ങൾ, കഷ്ടരാത്രികൾ, വ്യർത്ഥമാസങ്ങൾ, അനർത്ഥം അനുഭവിക്കപ്പെടുകയും ക്ലേശിക്കപ്പെടുകയും ചെയ്ത സംവത്സരങ്ങൾ. ചിലർ കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, പാസ്റ്റർ ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ, ഇയ്യോബിന്റെ കഷ്ടത ഏകദേശം എത്ര മാസം നീണ്ടു നിന്ന് കാണും? ഇയ്യോബിന്റെ കോളിങ് അല്ലെന്നേ എൻ്റെ കോളിങ്. ഇയ്യോബ് എത്ര അനുഭവിച്ചെന്നുള്ളത് എനിക്ക് വിഷയമല്ല. എൻ്റെ മേളിൽ കിടക്കുന്ന നിയോഗം അനുസരിച്ച് എൻ്റെ ദൈവം എന്നെ നടത്തും. സോ പീസ് വിത്ത് ഗോഡ്. ഒരു ജീവിതത്തിൽ, ഒരു ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം അവൻ ആരോട് സമാധാനം ഉണ്ടാകണം? ദൈവത്തോട്. അൺകണ്ടീഷണൽ സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് എ ബ്ലൈൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്. രണ്ടാമത്തെ ഭാഗം ഞാൻ കുറച്ചും കൂടെ വേഗതയിൽ പോകട്ടെ. രണ്ടാമത്തെ ഭാഗം ആമേൻ, യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 3-ാം വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അവിടെ ഒരു സമാധാനത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ് ആ സമാധാനം? അതിന്റെ അടുത്ത ഒരു വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പം ആമേൻ, നിൽക്കട്ടെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പം ഒന്ന്, സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടുക. 2, സമാധാനം നമുക്ക് നൽകപ്പെടുക.
16 അധ്യായം 33 വാക്യം. യോഹന്നാൻ 16:33. അവിടെയും ഇതിനോടനുബന്ധമായി ഞാൻ വാക്യങ്ങളെ പറഞ്ഞു പോവുകയാണ്. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണോ സംസാരിച്ചത്? അല്ല. ലോകത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണോ സംസാരിച്ചത്? അല്ല. നാട്ടിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണോ സംസാരിച്ചത്? അല്ല. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, ആമേൻ, പീസ് ഇൻ ഗോഡ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 2 അധ്യായം 15 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് എഴുതിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം കൊലോസ്യ ലേഖനം 3 അധ്യായം 15 വാക്യം, കൊലോസ്യർ 3:15. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഫസ്റ്റ് ഫേസ് പീസ് വിത്ത് ഗോഡ് ആണെങ്കിൽ, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പീസ് ഇൻ ourselves, പീസ് വിത്തിൻ ourselves. നമ്മുടെ അകത്ത് തന്നെ എന്തോ ഉണ്ടായിരിക്കണം. നമ്മുടെ അകത്തു തന്നെ ഒരു വലിയ സമാധാനം ഉണ്ടായിരിക്കണം. ആ സമാധാനം സാഹചര്യങ്ങൾക്കനുബന്ധമല്ല. ആ സമാധാനം സാഹചര്യങ്ങൾക്കനുബന്ധമല്ല. ഉഷ്ണം തട്ടുമ്പോഴും അതിൻ്റെ ഇല പച്ചയായിരിക്കുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ് ദൈവിക സമാധാനം. ഉയർച്ചയായാലും താഴ്ചയായിരുന്നാലും. ഞാൻ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരിക്കൽ ഈ മഴക്കാലം വരുമ്പോൾ അവിടെ എല്ലാം കൂലിപ്പണിക്കാരാണ്. മഴക്കാലം വരുമ്പോൾ ഭയങ്കര ദാരിദ്ര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തു ആണ് പല കുടുംബങ്ങളും പോകുന്നത്. അപ്പം നമ്മൾ ഓരോ കുടുംബങ്ങളിലും വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു, ജോലിയുണ്ടോ, എത്ര ദിവസമായി ജോലിക്ക് പോയിട്ടെന്നൊക്കെ ചോദിക്കും. ഒരു വീട്ടിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞ ഒരു വലിയ, അവരുടെ വീട്ടിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിളിക്കുകയല്ല, വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും അറിഞ്ഞത് ഫോൺ റീചാർജ് ചെയ്യാൻ പോലുമുള്ള കാശ് കയ്യിലില്ല. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ എല്ലാം ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചോ. ആ വീട്ടിലെ സഹോദരി ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം ഉണ്ട് അച്ചായ, ഒരു കുഴപ്പമില്ല, വാരി തിന്നാനില്ലെങ്കിൽ കോരി കുടിക്കാനുണ്ടല്ലോ എന്ന്. എനിക്ക് വാസ്തവം പറഞ്ഞാൽ മനസ്സിലായില്ല എന്താണെന്ന് കേട്ടോ. എന്ന് പറഞ്ഞാൽ കറി കൂട്ടി ചോറുണ്ണാൻ വകയില്ലാത്തത് കാരണം എന്ത് ചെയ്യുകയാണ്, ഉപ്പൊഴിച്ച് കഞ്ഞിയാക്കി കുടിക്കുക. പക്ഷേ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു കഷ്ടതയുടെ വാക്ക് കേൾക്കുന്നത്. വാരി തിന്നാനില്ലെങ്കിലും കോരി കുടിക്കാനുണ്ടല്ലോ അച്ചായ, ദൈവം നല്ലവനാണെന്ന്. ഇന്ന് ഞാൻ പറയട്ടെ, ക്ഷാമങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ഒരു സമാധാനം, പ്രതികൂലങ്ങൾക്ക് തൊടാൻ കഴിയാത്ത ഒരു സമാധാനം. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, നമ്മളൊക്കെ എപ്പോഴും ഉപവസിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? പ്രശ്നം വരുമ്പോഴാണ് ഉപവസിക്കുന്നത്. പക്ഷെ പൗലോസിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? പ്രശ്നം വരുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഫുഡ് കഴിക്കും. ആമേൻ. സുഖമായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അന്ത്യോക്യയിൽ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ആമേൻ. എന്നാൽ ഈശാനമൂലൻ കപ്പലിന് നേരെ അടിച്ച് കലങ്ങുമ്പോൾ പൗലോസ് എല്ലാവരുടെ അടുക്കലും വന്നിട്ട് പറയാം, ആമേൻ, നിങ്ങളെല്ലാവരും കൂടെ 10-14 ദിവസമായി സൂര്യനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഫാസ്റ്റിങ്ങാ. നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കാതെ ഇങ്ങോട്ട് വന്നേ, നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളത് കഴിക്കാമെന്നേ, സമാധാനമായിട്ടിരിക്കാം. പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, പിറ്റേന്ന് രാവിലെ പത്രോസിനെ തൂക്കിക്കൊല്ലുമെന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി. നമുക്കൊക്കെ ഒരു കിടക്ക മാറി കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? ഉറക്കം വരത്തില്ല. ആമേൻ. ഇനി അടുത്തത് അപ്പുറത്തെ മുറിയിൽ ഒരാൾ കൂർക്കം വലിച്ചാൽ ഉറക്കം വരത്തില്ല. നിങ്ങളൊക്കെ കഴിഞ്ഞ റിട്രീറ്റിന് പോയപ്പം പലരും ഉറങ്ങിയില്ലെന്നായിരിക്കും ഏറ്റവും വലിയ കംപ്ലൈന്റ്. ഈ റിട്രീറ്റിന് പോയി ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. ആമേൻ. പക്ഷേ കൈകൾ ചങ്ങലക്കകത്തിട്ട് കാലുകൾ ആമത്തിനകത്തിട്ട് ഇപ്പുറത്തും അപ്പുറത്തും 2 പട്ടാളക്കാർ കിടക്കുക. ഒരു പക്ഷെങ്കിൽ ഈ പട്ടാളക്കാർ അന്ന് രാത്രി ഉറങ്ങുന്നിടം വരെ പറഞ്ഞത് എന്താണെന്നറിയാമോ? പത്രോസിനെ കയറ്റുന്ന കഴുമരത്തിന്റെ കഥയും തൂക്കുന്ന കഥയും ഇതൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ട് പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? സുഖമായിട്ട് ഉറങ്ങി. ആ മുറി ഭയങ്കര ഒരു ലൈറ്റ് ഇട്ടിട്ടും പത്രോസ് എന്ത് ചെയ്തില്ല? ഉണർന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് ഇട്ടാൽ ഉടനെ പിള്ളേരെങ്ങാനും മയന്ന് ലൈറ്റ് ഇട്ടാൽ അന്ന് ആ അടിനാശം വെള്ളപ്പൊക്കമായിരിക്കും. ആരാടാ ലൈറ്റ് ഇട്ട ഉറങ്ങി കിടക്കുമ്പോ എന്ന് പറഞ്ഞ്. അമ്മേ, ഇനി പിള്ളേർക്ക് എപ്പോഴാണ് കലിപ്പ് വരുന്നത് അറിയാമോ? രാവിലെ എന്ന് ഫാൻ ഓഫ് ചെയ്യുമ്പം അവരുടെ കലിപ്പ് കാണാൻ കഴിയും. വെട്ടവിട്ട അമ്മയ്ക്ക് കലിപ്പ് കയറും, ഫാൻ ഇട്ട പിള്ളേർക്ക് കലിപ്പ് കയറും. പക്ഷെ പത്രോസിന്റെ അടുക്കൽ ലൈറ്റ് ഇട്ടാലും ഫാൻ ഇട്ടാലും ഒന്നും അറിയാത്ത ഭയങ്കര ഉറക്കം. അവസാനം ദൂതൻ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്കാൻ പറഞ്ഞു. പത്രോസ്, എങ്ങനെ നാളെ രാവിലെ നിന്നെ തൂക്കിക്കൊല്ലുമെന്നറിഞ്ഞിട്ടോ ഇത്ര സമാധാനമായിട്ട് ഉറങ്ങുന്നു? പത്രോസ് പറയും, വാഴുന്നത് ഹെരോദാവല്ല, എന്റെ ഹൃദയത്തെ വാഴുന്നത് ഹെരോദാവല്ല, എന്റെ ഹൃദയത്തെ വാഴുന്നത് പീലാത്തോസ് അല്ല, എന്റെ ഹൃദയത്തെ വാഴുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുമല്ല, എന്റെ ഹൃദയത്തെ വാഴുന്നത്
ദൈവത്തിന്റെ സമാധാനമാണ്. എൻ്റെ ഹൃദയത്തെ വാഴുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അമേൻ അമേൻ അൺകണ്ടീഷണൽ സബ്മിഷനാണ് ദൈവത്തോടുള്ള സമാധാനമെങ്കിൽ, അമേൻ രണ്ടാമത്തെ ഭാഗം അമേൻ കോൺഫിഡൻസ്, ദൈവത്തിലുള്ള കോൺഫിഡൻസ് ആണ് നമ്മുടെ ഇന്നർ പീസിന്റെ അടിസ്ഥാനം. ഈ നമ്മുടെ ഇന്നർ പീസിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള കോൺഫിഡൻസ് ആണ്. അമേൻ എനിക്കൊരു ദോഷവും ഭവിക്കയില്ല. അമേൻ എനിക്കൊരു ദോഷവും ഭവിക്കയില്ല. നമ്മൾ പറയാം ദൈവം എനിക്കൊരു ദോഷവും ചെയ്യത്തില്ലെന്നുള്ളത് ദൈവത്തോടുള്ള സമാധാനം. പക്ഷേ കുഞ്ഞാടിന്റെ രക്തത്താൽ വിലക്കെടുക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദോഷവും ഭവിക്കയില്ല, എനിക്കൊരു തിന്മയും ഭവിക്കയില്ല. ഇന്ന് രാത്രികാല നിന്റെ വിശ്വാസത്തിന്റെ ആഴമാണ് നിന്റെ സമാധാനം, നിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പാണ് ദൈവത്തിന്റെ സമാധാനം നിന്റെ ജീവിതത്തിലുള്ളതിന്റെ അളവ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ. നമ്മുടെ ഇടയിൽ അനേകരുടെ ഭാരം എന്താണെന്നറിയാമോ? അനേകരുടെ ഭാരം സാമ്പത്തിക ഭാരമാണ്. ഇപ്പോൾ ഈ ഫോൺ പേ, UPI ഒക്കെ ഉള്ളത് കൊണ്ട് ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ദിവസം 10 പ്രാവശ്യം അമേൻ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യും. ഇത് ഗതി കെട്ടിട്ട് അവസാനം ഇന്ത്യയിലെ UPI ഒരു തീരുമാനം എടുത്തു, ഒരു ദിവസം എത്ര വട്ടമേ നോക്കാവൂ? 3 വട്ടമേ നോക്കാവൂ എന്ന്. അതിനകത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? മനുഷ്യൻ 24 മണിക്കൂറും ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, ഇല്ല നീ ദിവസം 3 പ്രാവശ്യം നോക്കിയാൽ മതിയെന്ന്. ആമേൻ. ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര പണം ഉണ്ടെന്നുള്ളതല്ല അവന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പേഴ്സിൽ എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ, നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. ആമേൻ. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ നന്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളുടെ പേഴ്സിൽ എത്ര രൂപയുണ്ട്? ആവശ്യത്തിനുള്ളതുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാർ. ആമേൻ. എൻ്റെ പോക്കറ്റിൽ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം. പകരമോ നമ്മുടെ നാട്ടിലൊക്കെ ചില നാളുകൾക്ക് മുൻപേ ആൾക്കാർ പറയുമായിരുന്നു, കാശുണ്ടോ? ആ കാശ് കുഴപ്പമില്ല, കാർഡ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇതാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ. നിന്റെ കയ്യിൽ അറ്റ് ദ റൈറ്റ് ടൈം എന്തുണ്ടെന്നുള്ളതിനെക്കാട്ടിലോ നിനക്ക് വേണ്ടി കരുതുന്ന അപ്പനെ കാണാൻ കഴിഞ്ഞാൽ, അമേൻ 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 ഇതിന് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കണം. അമേൻ. അവിടെ നിന്ന് അരാം സൈന്യം കയറി വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ ഗഹസിക്ക് ആകെ വെപ്രാളമായി. പക്ഷെ എലീശ പ്രാർത്ഥിച്ചോ, ഇവന്റെ ഹൃദയ ദൃഷ്ടികൾ തുറക്കണമേ, ഇവന്റെ വെളിപ്പാടുകൾ തുറക്കണമേ. തുറന്നു കഴിഞ്ഞ ഉടനെ അമേൻ കയറി വരുന്ന ശത്രുവിന്റെ ആരവത്തെ അല്ല, പകരം ഇറങ്ങി നിൽക്കുന്ന അഗ്നി സൈന്യത്തെ താൻ കാണുകയാണ്. ഇന്ന് രാത്രികാല നിന്റെ പ്രതികൂലങ്ങളുടെ വെളുപ്പമല്ല, പകരം നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. ആമേൻ. അവിടെയാണ് സമാധാനം. ഇയ്യോബ്, എന്താണ് നിന്റെ സമാധാനം? ഇയ്യോബ് പറയുകയാണ്, എന്നെ ഊതിക്കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും, ഞാൻ പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു വരും. പൊന്ന് തീക്കകത്തൂടെ പോയാൽ എന്ത് സംഭവിക്കും? പൊന്ന് തീക്കകത്തൂടെ പോയാൽ എന്ത് സംഭവിക്കും? ഷേപ്പ് പോയെന്നിരിക്കും. ആമേൻ. അതിന്റെ മനോഹാരിത പോയെന്നിരിക്കും. പക്ഷെ താൻ പറയുകയാണ്, എൻ്റെ ഗ്ലാമർ പോയാൽ, എൻ്റെ ഷേപ്പ് പോയാൽ, എൻ്റെ ക്വാളിറ്റി പോകത്തില്ല. സ്വർണം എത്ര തീക്കകത്തുകൂടെ പോയാൽ അതിനെ ഷേപ്പ് മാറ്റാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അതിന്റെ ക്വാളിറ്റി മാറത്തില്ല. ആമേൻ. അത് മാത്രമല്ല, താൻ പറയുകയാണ്, ഞാൻ തീയിൽ കൂടി കടന്നാൽ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ, ആമേൻ, എത്ര വലിയ തടിയായാലും തീക്കകത്ത് കയറിയ പുറത്തു വരത്തില്ല. ആമേൻ. പക്ഷെ പൊന്നു പറയുകയാണ്, ഐ ഷാൽ കം ഔട്ട് ഓഫ് ദിസ് ട്രയൽ. നിന്റെ പ്രതികൂലത്തെ നോക്കിയിട്ട് പറ, ഈ പ്രതികൂലത്തിൽ ഞാൻ അവസാനിക്കത്തില്ല, ഈ വെല്ലുവിളിയിൽ ഞാൻ അസ്തമിക്കത്തില്ല, ഈ അപമാനത്തിൽ ഞാൻ തീരത്തില്ല. ഐ ഷാൽ കം ഔട്ട് ഓഫ് ദിസ് ട്രയൽ. പ്രതികൂലങ്ങളെ നോക്കി ഞാൻ പുറത്തു വരുമെന്ന് പറ.
അമേൻ. പ്രതികൂലങ്ങളെ നോക്കി എനിക്ക് അമേൻ എൻ്റെ സഹോദരങ്ങളെ, നിന്റെ കഷ്ടതയുടെ ടണലിന് ഒരു എൻട്രി ഗേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കഷ്ടതയുടെ ടണലിന് ഒരു എക്സിറ്റ് ഗേറ്റും ഉണ്ട്. അവൻ പരീക്ഷയോട് കൂടെ ദ വേ ടു എസ്കേപ്പ്, അവൻ ഒരു പരീക്ഷയുടെ വാതിൽ നിന്റെ മുൻപാകെ തുറന്നിട്ടാൽ അതിന്റെ അങ്ങേ തലയ്ക്കൽ ഒരു വിടുതലിന്റെ വാതിലുകളും തുറന്നിട്ടിട്ടുണ്ട്. നിന്റെ തലമുറ ഇന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ അമേൻ, പെന്തക്കോസ്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അവനായിരിക്കും എഴുന്നേറ്റ് നിന്ന് ആദ്യം പ്രസംഗിക്കുന്നത്. മടുത്തു പോകരുത്, മടുത്തു പോകരുത്. അമേൻ. പൈശാചിക പോരാട്ടങ്ങളെ ഉയർത്തി പറയുന്നതിനെക്കാട്ടിലോ എന്റെ ദൈവം ജീവിക്കുന്നവൻ, എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം സർവശക്തൻ. The strength of your faith is the depth of your peace. നിന്റെ വിശ്വാസത്തിന്റെ ബലമാണ് നിന്റെ സമാധാനത്തിന്റെ ആഴം. ദൈവത്തിലുള്ള നിന്റെ കോൺഫിഡൻസ്, ദൈവത്തിലുള്ള ഉറപ്പ്, ആമേൻ, അതാണ് ജീവിതത്തിലെ സമാധാനം. നമ്മൾ ഇനിയും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കണ്ടം ചെയ്യും, ഒത്തിരി കണ്ടം ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോന ദൈവഹിതത്തിന് അന്യമായി കപ്പലിൽ സഞ്ചരിച്ചു, കാറ്റടിച്ചു, പ്രതിസന്ധി ഉണ്ടായി. ഞാനൊരു കപ്പലിൽ കയറി യാത്ര ചെയ്യുന്നു, ഈശാനമൂലൻ അടിക്കുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു, കപ്പൽ തകരുന്നുവെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് എന്തു പറയും? ദൈവഹിതം അല്ലായിരുന്നേക്കാം, ദൈവഹിതം അല്ലായിരുന്നേക്കാം. പക്ഷേ ഇവിടെയാണ് പൗലോസിന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. പൗലോസിന്റെ മുമ്പിൽ ഒരു കപ്പൽ ഈശാനമൂലന്റെ ചരിത്രം കിടപ്പുണ്ട്, താൻ പഠിച്ച യോനയുടെ ചരിത്രം. പക്ഷേ തൻ്റെ മുമ്പിൽ ഈശാനമൂലൻ അടിക്കുമ്പോൾ ഞാൻ യോനയാണോ, ഞാൻ നിനവേലേക്ക് പോകേണ്ടി ഒരു പകരം തർസീസിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നത് കൊണ്ടാണോ ഈ കാറ്റടിക്കുന്നത്? നോ, ഹി ഈസ് നോട്ട് ഡൗട്ടിങ് ഇൻ ഗോഡ്. യോനയുടെ നിയോഗമല്ല എൻ്റെ നിയോഗം. ജീസസ്. ഒരു മനുഷ്യന്റെ നിയോഗം അനുസരിച്ച് അവന്റെ പ്രതിസന്ധി വേറെയായിരിക്കും. ഒരു മനുഷ്യന്റെ വെല്ലുവിളി അനുസരിച്ച് ഒരു മനുഷ്യന്റെ വാഗ്ദത്വവും ഒരു മനുഷ്യന്റെ ശുശ്രൂഷയും അനുസരിച്ച് അവന്റെ വെല്ലുവിളി വേറെയായിരിക്കും. നിന്റെ കോളിംഗ് ആണ് നിന്റെ പ്രതിസന്ധിയുടെ അളവ് നിശ്ചയിക്കുന്നത്. ആമേൻ. നിന്റെ മേൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ആണ് നിന്റെ മേൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ആണ് നിന്റെ അനോയിന്റിങ്. അതിനേറ്റവണ്ണമായിരിക്കും നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ പൈതലേ. Amen. Again, be confident in the Lord. Amen. Be strong in the faith. അപ്പോൾ സമാധാനം, കുടുംബത്തിൽ സമാധാനം വരണമെങ്കിൽ ഒന്ന്, ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. രണ്ട്, ദൈവം എന്നെ കൈവിടത്തില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഉറപ്പുണ്ടാകണം. ദൈവ സാന്നിധ്യം ഒരു മനുഷ്യന്റെ കൂടെ ദൈവം നൽകുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ. എന്നും അവൻ കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കാനല്ല. ദൈവം യോശുവയുടെ അടുക്ക പറഞ്ഞു, യോശുവ, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയുണ്ട്, ആകയാൽ നീ ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത്. If you sense the presence of God, നീ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്നെങ്കിൽ നീ ശത്രുവിനെ കണ്ടു മുഴങ്കാലുകൾ വിറയ്ക്കരുത്. ആമേൻ. അപ്പോൾ ഒന്ന്, ദൈവത്തോട് സമാധാനം. രണ്ട്, നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് സമാധാനം. അടുത്തത് ഒരു പ്രധാനപ്പെട്ട സമാധാനമാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 9:50. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. ആമേൻ. നിങ്ങൾക്ക് രുചിയില്ല. നിങ്ങൾക്ക് രുചി വരുത്തുന്ന ഉപ്പ് എവിടെ നിന്ന് വരും? നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരായിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഫ്ലേവർ മാറ്റുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത് വേറൊരുവനല്ല, പകരം ആരായിരിക്കും? ഞാനായിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പ് ആരായിരിക്കും? ഞാനായിരിക്കും. അപ്പൊ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ വേറെ ഒരാളെ പഴി പറയത്തില്ല. ആമേൻ. ഇന്ന് രാത്രി പറയട്ടെ, അവൻ പ്രാർത്ഥിക്കാഞ്ഞോണ്ടാ ഞാനിങ്ങനെ വന്നത്, ഇവള് ചെയ്യാഞ്ഞതുകൊണ്ടാ ഇങ്ങനെ വന്നത്, അപ്പൻ അന്വേഷിക്കാഞ്ഞോണ്ടാ, അമ്മ അന്വേഷിക്കാഞ്ഞോണ്ടാ, അവരാലോചിച്ച് കെട്ടിക്കാഞ്ഞോണ്ടാ, ഇവര് കല്യാണം നടത്തിയത് കൊണ്ടാ. നോ, നിന്റെ ഉപ്പ് നിന്റെ അകത്താണ്. നിന്റെ ഉപ്പ് നിന്റെ അകത്താണ്.
ഞാൻ ഒരു ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഒരിക്കലും ഒരു പെൺകുട്ടി, നമ്മൾ ക്രൈസ്തവ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്, ഒരിക്കലും ഒരു പെൺകുട്ടി ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ ആഫ്രിക്കയിലെ മിഷണറി ആക്കണം. അവരുടെ കൊതി അതായിരുന്നു, ആഫ്രിക്കയിലെ മിഷണറി ആകണം. പക്ഷെങ്കിൽ അവളുടെ വിവാഹം നടന്നു. അവൾ ആഗ്രഹിച്ചത് ഒരു മിഷണറിയെ കല്യാണം കഴിച്ച് ആഫ്രിക്കയിൽ പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ അവൾ കല്യാണം കഴിച്ചത് മിഷണറിയെ അല്ലായിരുന്നു. അവൾ കല്യാണം കഴിച്ചത് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. നിരന്തരം വീട്ടിൽ അടി, വഴക്ക്, നിരന്തരമായി ഉപദ്രവം. അവളെ ഭയങ്കര മാരകമായി ഉപദ്രവിക്കും. ചുരുങ്ങിയ ചില വർഷങ്ങൾ കഴിഞ്ഞു. അവൾ ഒരു ദിവസം ഇയാൾ ആക്രമണം കഴിഞ്ഞ് ജോലിക്ക് പോയപ്പോൾ അവൾ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ചോദിച്ചത് ഒരു മിഷണറി ശുശ്രൂഷയുള്ള ഒരു ദാമ്പത്യമാണ്, പക്ഷേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ നൽകിയെന്ന് അവൾ കരഞ്ഞു കരഞ്ഞ് അവിടെ ഉറങ്ങി. അന്ന് ആ ഉറക്കത്തിനകത്ത് ദൈവം അവളോട് ഇടപെട്ടു. നീ എന്നോട് ചോദിച്ചത് തന്നെയല്ലേ ഞാൻ നിനക്ക് നൽകിയത്? നീ എന്നോട് ചോദിച്ചത് ഒരു മിഷണറി ദൗത്യമാണ്. ആഫ്രിക്കയിലെ നരഭോജികളെ നിനക്ക് മാനസാന്തരപ്പെടുത്താൻ ഒരുക്കവും മനസ്സുമുണ്ടെങ്കിൽ, ആ ഒരു രാഷ്ട്രത്തെ മുഴുവനും എന്നിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ പക്കൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു മനുഷ്യനെ നിനക്ക് മാനസാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയത്തില്ലേ? അവൻ നിന്റെ ഭർത്താവ് എന്നതിനെക്കാട്ടിലുപരി അവൻ ഞാൻ നിനക്ക് നൽകിയ ശുശ്രൂഷയാണെന്ന് അവൾ അന്ന് തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടോ. ആ മനുഷ്യനും ഇവളും കൂടെ ഒരുമിച്ച് പിൽക്കാലത്ത് ആഫ്രിക്കയിലെ മിഷൻ ദൗത്യത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം നേരെ ദൈവം കൊണ്ടുവന്ന് കയ്യിൽ തരികയായിരിക്കത്തില്ല. സമാഗമന കൂടാരം പണിയാനുള്ള പൊന്നും വെള്ളിയും ദൈവം ഇസ്രായേലിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നു കൊടുത്തതെന്നറിയാമോ? മിസ്രൈമിലെ ദേവന്മാരുടെ പടങ്ങളും രൂപങ്ങളും കുണുക്കുകളും ചന്ദ്രക്കലകളും സൂര്യനുമായി നിൽക്കുന്ന അവിടുത്തെ സർപ്പങ്ങളുടെയോ അവിടുത്തെ തവളകളുടെയും അവിടുത്തെ ഓന്തിന്റെയും ഇഴജാതിയുടെ ഒക്കെ രൂപത്തിലുള്ള സ്വർണ്ണ ആഭരണങ്ങളാണ് എന്തു ചെയ്തത്? അവരൂരി ഇസ്രായേലിന്റെ കയ്യിൽ കൊടുത്തത്. പക്ഷെ അത് തീക്കകത്തിട്ടപ്പോൾ അത് ദൈവാലയത്തിന്റെ ഉപകരണമായി തീർന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതേ സാധനം അഹരോൻ തീക്കകത്തിട്ടപ്പോൾ അഹരോൻ പറയുന്ന ഒരു കാളക്കുട്ടി പൊങ്ങി വന്നുവെന്ന്. നിന്റെ പക്കൽ നൽകപ്പെടുന്ന റിസോഴ്സ്, നിനക്ക് നൽകപ്പെടുന്ന അവസരം, നിനക്ക് നൽകപ്പെടുന്ന ഭാര്യ, നിനക്ക് നൽകപ്പെടുന്ന ഭർത്താവ്, നിനക്ക് നൽകപ്പെടുന്ന കുഞ്ഞുങ്ങൾ, നിനക്ക് നൽകപ്പെടുന്ന സഭ, അത് നിനക്ക് കാളക്കുട്ടിയുമാക്കാം, നിനക്ക് ദൈവാലയവുമാക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. രണ്ടുപേരും തീയിലാണ് ഇട്ടത്. ആമേൻ. ഞാൻ പറയട്ടെ, ഈ തീ സഭ എന്ന് നിങ്ങളൊന്ന് കരുതിയേ. ആമേൻ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്വർണ്ണാഭരണങ്ങളെ ദൈവസഭയുടെ തീക്കകത്തിട്ടോ. ഒരാൾ തീക്കകത്തിട്ടപ്പോൾ പുറത്തു വന്നത് കാള. ആമേൻ. മറ്റേ ആള് തീക്കകത്തിട്ടപ്പോൾ പുറത്തു വന്നത് യാഗപീഠത്തെയോ കെരൂബുകളെയോ തണ്ടുകളെയും കൃപാസനത്തെയോ 48 പലകകളെയും പൊതിയുന്ന പൊന്ന് പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ആമേൻ, എന്റെ അകത്ത് ഉപ്പുണ്ട്, എന്റെ ട്രാൻസ്ഫോർമേഷൻ നല്ലതായിട്ട് തന്നെയാകും. ആമേൻ. അങ്ങനെ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. ഇന്നാര് പ്രാർത്ഥിച്ചാലേ ഞാൻ നന്നാവത്തുള്ളൂ, ഇന്നാര് പ്രാർത്ഥിച്ചാലേ ഞാൻ നന്നാവത്തുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റൊരാളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ കെട്ടിവലിക്കപ്പെടുന്ന ഒരു വണ്ടി ആകരുത്. പകരം നല്ല ഒരു പ്രെയർ എൻജിൻ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ ഒരു നല്ല പ്രെയർ എൻജിൻ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ആമേൻ, ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥന വന്നപ്പം അനേകരും അവരുടെ പേരൻസിനെ വിളിച്ചു പറഞ്ഞാണ്, അമ്മേ എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണേ അമ്മേ, അമ്മേ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ അമ്മേ, എനിക്ക് വേണ്ടി കൂടെ ഉപവാസം എടുക്കണേ അമ്മേ. അമ്മേ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഫാസ്റ്റ് ഫോർ യുവർ സെൽഫ്. നിനക്ക് വേണ്ടി നീ തന്നെ ഉപവസിക്ക്, നിനക്ക് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്ക്, നിനക്ക് വേണ്ടി നീ തന്നെ ദൈവസന്നിധിയിൽ നിലവിളിക്ക്. നീ മറ്റൊരാൾക്ക് ഭാരമാകാതെ പകരം നീ മറ്റു ചിലർക്ക് വേണ്ടി കൂടെ ഉപവസിച്ചു തുടങ്ങ്. അമ്മേ, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, ഞാൻ 10 പേർക്ക് കൂടെ പ്രാർത്ഥിക്കാം. ആമേൻ. എനിക്ക് വേണ്ടി 10 പേര് പ്രാർത്ഥിക്കുകയല്ല, ഞാൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് അടുത്ത ഭാഗം, നിങ്ങളുടെ അകത്തു തന്നെ ഉപ്പുള്ളവരും. അടുത്ത ഭാഗം ഒരുമിച്ച് പറഞ്ഞേ, പീസ് വിത്ത് വൺ അനദർ. ആമേൻ. അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ, അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. ആമേൻ. ഇതാണ് സമാധാനത്തിന്റെ മൂന്നാമത്തെ തലം. ഒന്ന്, ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. 2, അകത്ത് സമാധാനം ഉണ്ടാകണം. 3, തമ്മിൽ സമാധാനമായിരിപ്പീൻ. പൗലോസ് വീണ്ടും ലേഖനത്തിൽ പറയുന്നുണ്ട്,
തമ്മിൽ സമാധാനമായിരിപ്പീൻ. എന്താണ് ഈ തമ്മിൽ സമാധാനമായിരിക്കേണ്ട പ്രത്യേകത? നമ്മുടെ ഇടയിൽ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, പെന്തക്കോസുകാരുടെ ഇടയിലെ പിണക്കമുള്ളെന്ന്. സത്യമാണ്, പെന്തക്കോസുകാരുടെ ഇടയിലെ പിണക്കത്തിന്റെ ആവശ്യകതയുള്ളൂ. കാരണം ആമേൻ, മറ്റ് നാമധേയ ഒരു നാമധേയ മനുഷ്യനെ, ഒരു ജാതീയ മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകാൻ പിശാചിന് വേറെ ഏതെല്ലാം ടൂളുണ്ട്. അവനെ കള്ളു കുടിപ്പിക്കാം, അവനെ ആഭാസത്തരം ചെയ്യിപ്പിക്കാം, അവനെ വെറുക്കൂത്ത് കാണിക്കാം, അവനെ കൊണ്ട് ദുർനടപ്പുകൾ ചെയ്യിപ്പിക്കാം, വിഗ്രഹാരാധന ചെയ്യിക്കാം, എന്തെല്ലാം കാര്യം ചെയ്യിക്കാം. പെന്തക്കോസുകാരൻ്റെ അടുക്കൽ ആ ടൂളൊന്നും ഏക്കാത്തത് കൊണ്ട് പെന്തക്കോസുകാരൻ്റെ അടുക്കൽ എന്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്നറിയാമോ? പിണക്കം കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് എന്തുകൊണ്ട് ദൈവസഭകൾക്കകത്ത്, ദൈവജനങ്ങളുടെ അകത്ത് പിണക്കമുണ്ടാകുന്നു? ഇതിനെ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണുവാൻ തുടങ്ങണം. അതറിയണമെങ്കിൽ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മാവിന്റെ ഐക്യത, യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്, സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. അപ്പം സമാധാനത്തിന്റെ ബന്ധം എന്തിനെ കൊണ്ടുവരും? ആത്മാവിന്റെ ഐക്യത. സമാധാനം എന്നുള്ളത് മാനസിക തലത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ മാനസിക തലത്തിൽ സമാധാനം ഉണ്ടായാൽ അത് ആത്മതലത്തിൽ എഫക്റ്റീവായി തീരും. മനസ്സിലായോ? നിങ്ങളുടെ മൈൻഡിനകത്ത് അത് ആക്റ്റീവ് ആകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്പിരിച്വലത്തെ സ്വാധീനിക്കാൻ കഴിയും. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഒരു കുടുംബത്തിന്റെ സമാധാനം തകർന്നാൽ അതിന്റെ അർത്ഥം അവന്റെ സ്പിരിച്വൽ വാർഫെയർ ആക്റ്റീവ് ആണെന്നാണ് അർത്ഥം. ചില കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല സന്തോഷമായിരിക്കും. ഹോട്ടലിൽ പോയ വഴക്കില്ല, ലുലുവിൽ പോയ വഴക്കില്ല, ടൂറ് പോയ വഴക്കില്ല, കല്യാണത്തിന് പോയ വഴക്കില്ല, ഒരു വഴക്കുമില്ല. ആകെ എപ്പോഴാ വഴക്കെന്നറിയാം? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ. ഇനി നമ്മുടെ ചില കൊച്ചു പിള്ളേരുണ്ട്, അത്ര നേരം കുഴപ്പമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് തിരിക്കുമ്പോൾ ഇവന് വല്ലാത്ത ഞൊളപ്പ് കയറും. ഒന്നുകിൽ അതിനകത്ത് കിടന്നുറങ്ങും, അല്ല എങ്കിൽ അതേ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടും ഉണ്ടാകും. പ്രാർത്ഥന അലമ്പും അത്താഴമാകുമ്പോഴത്തേക്കും കാര്യം ക്ലോസ്. നമ്മുടെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഐക്യതയിൽ ഇരുന്നാൽ, സമാധാനത്തിലിരുന്നാൽ നിങ്ങളുടെ സ്പിരിറ്റ് യുണൈറ്റ് ചെയ്യുമെന്ന് പിശാചിനറിയാം. അപ്പൊ നിങ്ങളുടെ സമാധാനത്തെ പിശാച് തകർക്കുമ്പോൾ, നിങ്ങളുടെ സമാധാനത്തിനെതിരെ പിശാച് പോരാടുമ്പോൾ ഒരു സ്പിരിച്വൽ വാർഫെയർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നന്നായി തിരിച്ചറിയണം. കീപ് ദ യൂണിറ്റി ഓഫ് സ്പിരിറ്റ് ഇൻ ബോണ്ട് ഓഫ് പീസ്. സമാധാനത്തിന്റെ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്പിരിറ്റിന്റെ യൂണിറ്റി സംഭവിക്കത്തുള്ളൂ. ആമേൻ. ആത്മാവിൽ ഐക്യപ്പെട്ട് പൈശാചിക തലങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നിന്റെ കുടുംബത്തിൽ സമാധാനം വേണം. അതുകൊണ്ടാണ് പറയുന്നത്, സമാധാനം പോകുമ്പോൾ പറയുന്നത് പിശാചിന്റെ പോരാട്ടമാണെന്ന്. സമാധാനത്തിനെതിരെ അല്ല പിശാച് പോരാടുന്നത്, പകരം ആമേൻ, നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നീ പ്രാർത്ഥിച്ചു മേടിക്കേണ്ട സമയത്ത്, നീ ഒരുമിച്ചിരുന്ന് ആരാധിക്കേണ്ട സമയത്ത്, നീ ഒരുമിച്ചിരുന്ന് ഉപവസിക്കേണ്ട സമയത്ത് നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർക്കാൻ പിശാച് പരിശ്രമിക്കും. വളരെ ചെറിയ വിഷയങ്ങളിൽ എനിക്കൊരു ഫാമിലിയെ അറിയാം. ആ വീട്ടിലെ കൊച്ചു അവൻ 3 വയസ്സ് 4 വയസ്സേ ഉള്ളൂ. അവന് ഭയങ്കര കാമാൻ ക്വയറ്റാണ്. പക്ഷെ സഭായോഗത്തിന്റെ അന്ന് രാവിലെ അവന്റെ വാർഡ്രോബിലുള്ള അത്ര ഉടുപ്പെടുത്തിട്ടാലും ഇവൻ എന്ത് പറ്റത്തില്ലെന്നറിയാമോ? ഇഷ്ടപ്പെടത്തില്ല. അവൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി, ബഹളമുണ്ടാക്കി. എങ്ങനെയായിരുന്നാലും സഭാരാധന തുടങ്ങി 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇവരെന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. വരുമ്പോ അപ്പന്റെ അമ്മയുടെ മുഖം മ്ലാനമായിരിക്കാം. ആരാ നശിപ്പിച്ചത്? ഇവന്റെ നിർബന്ധം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേവലം നിർബന്ധമല്ല, ഇത് സമാധാനത്തെ നശിപ്പിക്കുന്ന ഒരു ദുരാത്മ തലമാണ്. എന്റെ സഹോദരങ്ങളെ, വി ആർ ഇൻ എ സ്പിരിച്വൽ ബാറ്റിൽ ഫീൽഡ്. നമ്മളൊരു ആത്മയുദ്ധത്തിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ മറ്റുള്ള മനുഷ്യരോട് എന്ത് ചെയ്യാൻ പോകത്തില്ല? യുദ്ധം ചെയ്യാൻ പോകത്തില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിക്കട്ടെ, നിങ്ങളൊരു നല്ല കല്യാണത്തിന് പോകാനിരിക്കുന്നു, നിങ്ങൾ ഓഫീസിൽ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് പോകാനിരിക്കുന്നു, നിങ്ങൾ രാവിലെ 2 കിലോ മത്തി വെട്ടുകയില്ല, കാരണം കൈക്കകത്ത് നാറ്റം വരിക. അതുപോലെ ഞാൻ ഇന്ന് സ്പിരിച്വൽ വാർഫെയറിൽ നിൽക്കുന്നവനാണ്. എനിക്ക് ചില സമയം കഴിഞ്ഞ് പൈശാചിക തലങ്ങളോട് ആക്രമിക്കാനുള്ളവനാണ്.
ആകയാൽ ഞാൻ എന്തു ചെയ്യത്തില്ല, ഈ കൊച്ചു വിഷയങ്ങളെ ഞാൻ കയറി കൊത്തത്തില്ല. ഇന്ന് രാത്രികാലം കുടുംബ ജീവിതത്തിനകത്ത് നീ ഒരു ആത്മീയനാണെന്നും നീ ഒരു ആത്മീയ തലത്തിൽ ജീവിക്കുന്നവനാണെന്നോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടും രക്തത്തോടുമല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടോ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ സ്വർലോകത്തിലെ ദുരാത്മ സേനകളോടുമാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, കുടുംബത്തിൽ സമാധാനമില്ലാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? ഈ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ വാർഫെയർ ബാറ്റിൽ ഫീൽഡ് അത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. എവിടെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് എൻ്റെ ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അവർക്ക് ഈ വിഷയത്തെ അഭ്യസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയിൽ പപ്പയും മമ്മിയും കൂടെ വഴക്കാണ്. ഈ പപ്പയും മമ്മിയുടെ വഴക്ക് തുടങ്ങുമ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറയാം, അച്ചാച്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ മുറിക്കകത്ത് കയറി പ്രാർത്ഥിക്കാൻ പോവുകയാ, അച്ചാച്ചനും ഒന്ന് പ്രാർത്ഥനയിൽ ഹെൽപ്പ് ചെയ്യണേ എന്ന് പറയുമോ. തുടർമാനമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വഴക്ക് മാറി തുടങ്ങി. ഞാൻ പറയട്ടെ, ഒരു കുടുംബത്തിൽ സമാധാനം നശിപ്പിക്കുന്നതായിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ വ്യക്തി ആരോപണങ്ങൾ നിർത്തുക, പകരം അതിന്റെ പിമ്പിൽ നിൽക്കുന്നതായ ഒരു സ്പിരിറ്റിനെ നീ തിരിച്ചറിയുക. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു സാമ്പത്തികമായ വലിയ പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ, നിങ്ങളിൽ കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ പണിതെടുക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനത്തെ തൊടാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ആകയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ പിമ്പിൽ ഒരു പൈശാചിക തലമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആത്മാവിൽ ജാഗരിക്കുന്നവരായിരിക്കുക. ആത്മാവിൽ ജാഗരിക്കുന്നവരായിരിക്കുക. എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പറഞ്ഞ, അച്ഛാ ശനിയാഴ്ച വരെ ഒരു കുഴപ്പമില്ല, ശനിയാഴ്ച വൈകിട്ട് അത്താഴം കഴിയുമ്പോൾ ഈ മനുഷ്യൻ തുടങ്ങും. വെളുപ്പിനെ 3 മണി വരെ ഉറങ്ങാതെ ഇത്രമാത്രം ഇങ്ങനെ, ഞാൻ കണ്ണടച്ച് കിടന്നാൽ ഇയാൾ എന്നെ തോണ്ടി വിളിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവസാനം എൻ്റെ പിടിവിടും, ഞാൻ തിരിച്ചെന്തേലും പറയും. അതിൻ്റെ പേരിൽ പിറ്റേന്നത്തെ സഭായോഗം കട്ട്. ഇതെന്താ ശനിയാഴ്ച രാത്രി മാത്രം ഈ സ്പിരിറ്റ്? നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ, ബോണ്ട് ഓഫ് പീസ്, അത് തകർക്കുമ്പോൾ യൂണിറ്റി ഓഫ് സ്പിരിറ്റ്, ആത്മതലത്തെയാണ് അത് ബാധിക്കുന്നത്. നീ ഒരു ആത്മീയനാണ്, നീ ആത്മമണ്ഡലത്തിൽ ചലിക്കുന്നവനാണ്, നീ ആത്മയുദ്ധം ചെയ്യുന്നവനാണ്. നിനക്ക് പോരാട്ടമുള്ളത് ഭാര്യയോടും മക്കളോടും അമ്മായിയപ്പനോടും അമ്മാവിയമ്മയോടും അല്ല. നിനക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നീ പൈശാചിക മണ്ഡലങ്ങളുടെ നേരെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെന്നറിയുന്ന പിശാച് നിനക്കിപ്പുറത്തൊരു സാധനം ഇട്ട് തരും. നീ അതിൻ്റെ പുറകെ പോകും. പിശാച് അവിടെ ഇരുന്ന് ചിരിക്കും. ഇന്ന് അവര് തമ്മി അടിച്ചോളും, നമ്മുടെ അടുത്ത് അടി ഉണ്ടാക്കാൻ വരത്തില്ല. Preserve the unity of spirit in the bond of peace. കുടുംബത്തിൽ സമാധാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയാമോ? ആത്മാവിൽ പോരാടുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കൽ വഴക്കുണ്ടാക്കിയിട്ട് ഭർത്താവ് ഇരുന്ന് ഭയങ്കര പ്രാർത്ഥന, കർത്താവേ അവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. ഭാര്യ അപ്പുറത്തിരുന്ന് പ്രാർത്ഥന, ദൈവമേ ഇങ്ങേരെ എന്ന് നന്നാവൂന്ന് എനിക്കറിയത്തില്ല, ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റു കർത്താവേ. ഇത് രണ്ടും കേൾക്കുമ്പോൾ അപ്പുറത്തിരുന്ന് പിശാച് പറയും, അവളെ കൊണ്ട് നിന്നെ തോപ്പിക്കാനും അവനെ കൊണ്ട് നിന്നെ തോപ്പിക്കാനും ആണ് എൻ്റെ പദ്ധതി. നമ്മുടെ ഇടയിലൊക്കെ നമ്മൾ അർത്ഥമറിയാതെ ഒത്തിരി കാര്യങ്ങൾ പറയും. അതിലെ ഒരു കാര്യമാണ് ഈ കൊച്ചിനെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. എത്ര വയസ്സുള്ള കൊച്ചാണെന്നറിയാം? 2 വയസ്സ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ തോക്കാനാണോ ദൈവം ആ കൊച്ചിനെ തന്നേ? ഈ മനുഷ്യനെ കൊണ്ട് ഞാനങ്ങ് തോറ്റു, ഇവളെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. തോറ്റെന്ന് പറയാൻ പോലും ഒരു നാണമില്ലേ? 10ാം ക്ലാസ്സിൽ തോറ്റപ്പോ ഈ ഗമയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഇവളെ കൊണ്ട് അങ്ങ് തോറ്റു. ഒന്ന് തിരിച്ചു പറഞ്ഞേ, ഞാൻ ഇവളെ കൊണ്ട് ജയിക്കും, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ജയിക്കും.
ഞാൻ പറയട്ടെ, ദൈവം നിനക്കൊരു ജീവിത പങ്കാളിയെ തന്നത് നീ തോക്കാനല്ല. ദൈവം നിനക്കൊരു കൊച്ചു കുഞ്ഞിനെ തന്നത് നീ തോക്കാനല്ല. അതും ആദ്യത്തെ 3 മാസം ഉറക്കമില്ലാതായി അതിനെ 2 hours ഫീഡ് ചെയ്യുന്ന ഉറക്കം നഷ്ടപ്പെട്ടപ്പോഴേ പറയാൻ തുടങ്ങി, എന്താണെന്നറിയാമോ? ഞാൻ തോറ്റു. ഇത് 10-15 വർഷം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കുഞ്ഞ് ഒരു 15 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ തോറ്റു, ഇവനെ കൊണ്ട് തോറ്റു, ഇവളെ കൊണ്ട് തോറ്റു? ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയിട്ട് പറഞ്ഞിട്ടാ ഇവനെ കൊണ്ട് ഞാൻ ഏതായാലും അങ്ങ് ജയിച്ചെന്ന്. ഇന്ന് വണ്ടിയെ കയറിയിട്ട് ജീവിത പങ്കാളിയുടെയൊക്കെ പറഞ്ഞു, ഓ ഈ അച്ചാരം കൊണ്ട് ഞാനങ്ങ് ജയിച്ചു, എടി നിന്നെ കൊണ്ട് ഞാനങ്ങ് ജയിച്ചു. ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരും ജീവിതത്തിൽ ജയിച്ചത് ദൈവം നിങ്ങളുടെ കയ്യിൽ നൽകിയ ജീവിതത്തിന്റെ തുണയായി നൽകിയ, ജീവിതത്തിന് സപ്പോർട്ടായി നൽകിയ നിങ്ങളുടെ ദാമ്പത്യം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരു കുടുംബം തന്നിട്ടില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടില്ല. നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്, തോൽപ്പിക്കാൻ വേണ്ടി തന്നിട്ടില്ല. അപ്പൊ ദൈവത്തോട് സമാധാനം. 2, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം. 3, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്. ആമേൻ. അത് ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഏതിനകത്താണെന്നറിയാം? കുടുംബത്തിനെക്കാട്ടിലുപരി സഭയ്ക്കകത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. വീണ്ടും എഫെസ്യർ 4:4 വരുമ്പോൾ പറയുകയാണ്, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ നിങ്ങൾ ശരീരം, എഫെസ്യർ 4:4, ശരീരം 1, ആത്മാവ് 1, സ്നാനം 1. നമ്മൾ ഇതിനകത്ത് സ്നാനം ഒന്ന് നമ്മൾ പ്രസംഗിക്കും, പഠിക്കും. പക്ഷേ അതിന് മുകളിൽ പറയുകയാണ്, നീ സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടണം. കാരണം നിന്നിലും അവനിലും വ്യാപരിക്കുന്ന ആത്മാവൊന്നാണ്, നീയും അവനും ഒരു ശരീരമാണ്. പക്ഷേ എപ്പോഴാണ് ഈ ഡിസോറിയന്റേഷൻ ഉണ്ടാകുന്നതെന്നറിയാമോ? എപ്പോഴാണ് ഡിസോറിയന്റേഷൻ ഉണ്ടാകുന്നത്? ഞാനിപ്പോൾ നന്നായിട്ട് കാലും കൈയും എല്ലാം, ആമേൻ, ഈ കാല് പൊക്കുമ്പോൾ ഈ കാല് പൊക്കുമ്പോൾ ഈ കാല് താഴും. ഇതെല്ലാം ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ കൈ പൊക്കുമ്പോൾ അറിയാതെ ഈ കൈ താഴും. ആമേൻ. എൻ്റെ ബോഡി ഫുൾ എന്താണെന്നറിയാമോ? ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ആമേൻ. നീ മാത്രം പൊക്കിയാൽ മതിയോ? ഞാൻ നിങ്ങളുടെ പൊക്കട്ടെന്ന് പറഞ്ഞ് പൊക്കാറില്ല. ആമേൻ. നീ താക്ക്, ഞാൻ പൊക്കട്ടെന്ന് പറഞ്ഞ് 2 കൈകളും തമ്മിൽ അടി ഉണ്ടാക്കാറില്ല. കാരണം പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മനുഷ്യരെ, ആമേൻ, അവർക്ക് ഈ കാല് മുമ്പോട്ട് വെച്ചാൽ ഈ കാല് ഉറപ്പായിട്ട് പറയും ഞാൻ വരുന്നില്ലെന്ന് പറയും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. അവരുടെ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ന്യൂറോൺസ് തകരുമ്പോൾ, ന്യൂറോ സിസ്റ്റം തകരുമ്പോൾ. ഞാനൊരു കാര്യം പറയാം, ദൈവ സഭയ്ക്കകത്തായിരുന്നാലും കുടുംബത്തിനകത്തായിരുന്നാലും നിന്റെ തലയിൽ നിന്ന്, നിന്റെ തലയായ ക്രിസ്തുവിൽ നിന്ന്, amen, when you lose the connection with the Christ, when you lose the intimacy with the brain, you are losing the relation. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുന്നു, നിന്റെ കുടുംബത്തിന്റെ സമാധാന കുറവ് നിന്റെ കുടുംബത്തിലുള്ളവന്റെ കുഴപ്പമല്ല, നിനക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധത്തിന്റെ കുഴപ്പമാണ്. എവിടെയോ സിഗ്നലുകൾ നഷ്ടപ്പെടുന്നു. ആമേൻ. ഞാൻ 4-ാമത്തെ ഭാഗത്തിലേക്ക് കയറട്ടെ. 1, ദൈവത്തോട് സമാധാനം. 2, അകത്തു സമാധാനം. 3, തമ്മിൽ സമാധാനം. 4, സ്തോത്രം. റോമാലേഖനം 12:18 പൗലോസ് റോമിലുള്ള സഭയുടെ അടുക്കൽ ഭയങ്കര സൗമ്യതയിലാണ് പറയുന്നത്. പക്ഷേ എബ്രായ സഭയോട് ഇങ്ങനെയല്ല പറയുന്നത്. റോമിലുള്ള സഭയോട് പറയുകയാണ്, കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് പോസിബിൾ, റോമിലുള്ള സഭയുടെ അടുക്കൽ പറയാണ്, പറ്റുമെങ്കിൽ നിങ്ങളിൽ ആവോളം എല്ലാ മനുഷ്യരോടും. ആമേൻ. ഞാൻ 2 വാക്യങ്ങളെ കാണിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കും.
തെരഞ്ഞെടുത്തോ. റോമിലുള്ള സഭയോട് ആമേൻ ചിതറിപ്പോയി ആത്മീയത്തിൽ വളർന്ന് കയറി വരുന്ന സഭയുടെ അടുക്കൽ പൗലോസ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഇഫ് ഇറ്റ് പോസിബിൾ നിങ്ങളാൽ ആവോളം എല്ലാ മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അവിടെ കുറെ എക്സംഷനുകളുണ്ട്. പക്ഷെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ആമേൻ. എബ്രായർ 12:14. അവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. അപ്പൊ റോമാലേഖനത്തിൽ പൗലോസ് പറയുക, കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം എല്ലാ മനുഷ്യരോടും ഒക്കെ സമാധാനമായിരിക്കണം. പക്ഷേ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനം അറിയുന്ന ആമേൻ വിശുദ്ധിക്കകത്ത് വളരുവാൻ പ്രാപ്തരായിരിക്കുന്ന എബ്രായ സഭയുടെ അടുക്കൽ പറയുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. സമാധാനത്തിന് അടുത്തൊരു വാക്ക് പറയുകയാണ്, ശുദ്ധീകരണം. ഞാൻ ഇങ്ങനെ പറയും, പീസ് ഈസ് ദ ഗേറ്റ് വേ ടു ദ ഹോളിനെസ്. സമാധാനമാണ് വിശുദ്ധിയിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. സമാധാനമാണ് വിശുദ്ധിയിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. സമാധാനത്തിന്റെ വാതിലിൽ കൂടെ അല്ലാതെ വിശുദ്ധീകരണത്തിലേക്ക് ഒരുത്തന് കയറാൻ കഴിയത്തില്ല. 3 ലെവലാണ് അവിടെ പറയുന്നത്. 1, സമാധാനമില്ലാതെ ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. 2, ശുദ്ധീകരണമില്ലാതെ ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തെ കാണുന്നത് മേഘപ്രത്യക്ഷത നിത്യത ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ, നിന്റെ വെല്ലുവിളികളുടെ നടുവിൽ നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ അവിടെ വിശുദ്ധീകരണം ആവശ്യമാണ്. ആ വിശുദ്ധീകരണം വരണമെങ്കിൽ അത് സമാധാനം ഉണ്ടായാലേ പറ്റൂ. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ. സമാധാനം, എല്ലാവരോടും സമാധാനം. ഇന്ന് പകൽ, ഇന്ന് രാത്രികാല ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ആമേൻ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയത്തിൽ ഒരു കാര്യത്തിന് മാറ്റമുണ്ടായില്ലെങ്കിൽ ഈ 7 ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച തിരുമേശയ്ക്ക് കൈനീട്ടുമ്പോൾ ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടുള്ള ഒരു വ്യക്തിയോടോ എന്റെ ഹൃദയത്തിനകത്ത് ഒരു തരി പോലും പിണക്കമില്ലെന്ന്. നമ്മൾ പറയും, ഒരു തരി പോലും സ്നേഹം കുറവില്ല ദൈവത്തോട്. തിരികെ ഒന്ന് പറയാമോ, ഒരു തരി പോലും എനിക്ക് മനുഷ്യനോട് ഭാരമില്ല എന്ന്. വല്ല കൈപ്പുള്ള വേരും മുളച്ച് ആമേൻ പുറത്തു കാണുന്ന തൈയാകണമെന്നില്ല, അകത്തു കിടക്കുന്ന വേര് ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, ഫോളോ പീസ് വിത്ത് ഓൾ മെൻ. ഇന്നലകളിൽ നിന്നെ പരിഹസിച്ചവരായിരിക്കാം, ആക്ഷേപിച്ചവരായിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും. അടുത്ത ഭാഗം എന്താ പറയുന്നതെന്നറിയാമോ? നുണയനില്ലെങ്കിൽ പലതും ഇല്ലാതെ പോകാം. ആമേൻ. അവിടെ പറയുന്ന തീ വഴക്കിന്റെ തീ ആകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഒരു കാര്യം അറിയണം, പല വിറകുകളും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്നിലെ തീ കെട്ടുപോയേനെ. എല്ലാ വിറകുകൾക്ക് സ്തോത്ര, അപവാദത്തിന്റെ വിറകുകൾക്ക് സ്തോത്ര, വിമർശനത്തിന്റെ വിറകുകൾക്ക് സ്തോത്ര, നിന്നയുടെ വിറകുകൾക്ക് സ്തോത്ര, ആമേൻ, ദാരിദ്ര്യത്തിന്റെ വിറകുകൾക്ക് സ്തോത്ര, പരിഹാസത്തിന്റെ വിറകുകൾക്ക് സ്തോത്ര. ഈ തീ ഇന്നും കത്തുന്നത് വിറകുകളാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം നിന്റെ വിറകുകളെല്ലാം ക്യാൻസൽ ചെയ്ത് തരണോ? എനിക്കിനി ഒരു വിറകും വേണ്ട കർത്താവേ, കഷ്ടതയുടെ വിറക് വേണ്ട, ആമേൻ, പ്രതികൂലത്തിന്റെ വിറക് വേണ്ട. ഇല്ല, വിറകില്ലെങ്കിൽ തീ കെട്ടുപോകും. യാഗപീഠത്തിന്റെ കനലുകൾ എരിയാതിരിക്കണമെങ്കിൽ, ആമേൻ, യാഗപീഠത്തിന്റെ കനലുകൾ അണയാതിരിക്കണമെങ്കിൽ, യാഗപീഠത്തിൽ വീഴുന്ന പച്ച മാംസം, അതിന്റെ ഫ്ലഷ്, അതിന്റെ ഫ്ലേവർ മാറണമെങ്കിൽ, ആമേൻ, ഇന്ന് രാത്രി തിരിച്ചറിയണം, യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതിരിപ്പാൻ വിറകുകൾ ആവശ്യമാണ്. യാഗപീഠത്തിൽ വീഴുന്ന പച്ച മാംസം അത് കത്തി അമരുവാൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കും യാഗപീഠത്തിൽ പച്ച മാംസമാ നല്ല ഇതാ കൊണ്ടുവെക്കുന്നതെന്ന്. പക്ഷെ യാഗപീഠത്തിൽ പലപ്പോഴും കത്തിക്കുന്നത് എന്താണെന്നറിയാമോ? കുടലും വബയും എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മൾ ഈ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോ ആമേൻ ഈ ബംഗാളി അകത്തുനിന്ന് ഇങ്ങനെ കുറെ സാധനം ഇങ്ങനെ വലിച്ചെടുക്കത്തില്ലേ? കുടലും അതിന്റെ കിഡ്നി സാധനങ്ങളും എല്ലാം കൂടെ. ഈ സാധനങ്ങൾ മൂത്രപിണ്ഡം, വബ തുടങ്ങിയവ മുഴുവനും എന്ത് ചെയ്യുക?
എവിടെയാണ്? ഇട്ട് ചൂട്ടുകളയുന്ന സ്ഥലമാണ്. അതിന് വിറകുകൾ പറ്റിയാലേ കഴിയോ. ഞാൻ പറയട്ടെ, നിന്റെ ആത്മാവിന്റെ നെരിപ്പോടിലെ തീ കത്തിക്കൊണ്ട് നിൽക്കണമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണ ചില വിറകുകൾ ആവശ്യമാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനകൾ ആമേൻ ഹൃദയത്തിനകത്ത് മുറിവുകൾ ഉണങ്ങണം സഹോദരങ്ങളെ. നമ്മുടെ ഇടയിൽ ഇപ്പോഴത്തെ ഒരു ഭാഷയാണ്, എനിക്ക് ആരോടും പിണക്കമില്ല, എനിക്ക് ആരോടും പകയില്ല, പക്ഷെ എനിക്ക് എന്തുണ്ട്? ഹൃദയത്തിൽ ചില മുറിവുകളുണ്ട്. പ്രവാചക പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആയുധം പിടിപ്പാൻ തക്കവണ്ണം അവന്റെ മുറിവുകൾ വെച്ച് കെട്ടിയിട്ടില്ല എന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ മുറിവുകൾ വെച്ച് കെട്ടാതെ നിനക്ക് സ്പിരിച്വൽ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കാൻ കഴിയത്തില്ല. ആര് നിന്നെ എന്തു പറഞ്ഞു, ആര് നിന്നോട് എന്ത് ചെയ്തു? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ബഹൂരീമിൽ വെച്ച് ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ശിമൈ ഭ്രാകാവുന്നിടത്തോളം ഭ്രാഗിക്കോട്ടെ, അവൻ കല്ലുവാരി എറിഞ്ഞോട്ടെ, അവൻ പൂഴിവാരി വീശിക്കോട്ടെ, എന്റെ ജീവിതം തീർന്നെന്ന് പറഞ്ഞോട്ടെ, ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് പറഞ്ഞോട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്കുറപ്പുണ്ട്, എന്റെ സങ്കടം നോക്കി എന്റെ ദൈവം ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകാം. ആമേൻ. അവന്റെ ശാപത്തിനൊത്തവണ്ണം ദൈവം എനിക്ക് ചെയ്യത്തില്ല, അവന്റെ തിന്മയ്ക്കൊത്തവണ്ണം ദൈവം എന്നോട് ചെയ്യത്തില്ല. ജീസസ്. ഞാൻ 5ാമത്തെ ഭാഗത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാം. 1, ദൈവത്തോട് സമാധാനം. 2, ഹൃദയത്തിൽ സമാധാനം. 3, തമ്മിൽ സമാധാനം. 4, എല്ലാവരോടും സമാധാനം. 5ാമത്തെ സമാധാനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9:31. അവിടെയാണ് പറയുന്നത്, യഹൂദ്യ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ആർക്ക് സമാധാനമുണ്ടായി? സഭയ്ക്ക്. എവിടെ സമാധാനമുണ്ടായി? ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. ആമേൻ. പീസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, പീസ് ഇൻ ദ സർക്കംസ്റ്റൻസ്. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കുകയാണ്. എൻ്റെ ജനം സമാധാന നിവാസങ്ങളിൽ പാർക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ഭവനത്തിനകത്ത് അറ്റ്മോസ്ഫിയർ എന്തായിരിക്കുമെന്നറിയാമോ? ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഒരു ട്രിഗറിങ് സ്പിരിറ്റും നിന്റെ വീട്ടിനകത്ത് വാഴത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം, കതക് തുറന്ന് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അറിയാതെ നിങ്ങൾ ട്രിഗർ ചെയ്യപ്പെടുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? അറിയാതെ നിങ്ങൾ അസ്വസ്ഥമാകപ്പെടുന്നത് ഫീൽ ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സംതിങ് നെഗറ്റീവ്, സംതിങ് അൺക്ലീൻ ഫോഴ്സസ് ആർ ദെയർ. അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ കുറവാണ്. ദൈവ സാന്നിധ്യത്തിന്റെ 1ാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകാം. ഇന്ന് രാത്രികാലം സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ജനം സമാധാന നിവാസത്തിൽ പാർക്കും. ആമേൻ. They shall dwell in the peaceable habitation. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. സമാധാന നിവാസത്തിൽ, ദേശത്തിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭയ്ക്ക് അകത്തുണ്ടായെന്ന് മാത്രമല്ല, ദേശത്തിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. ദൈവം ചിലതിനെ അടക്കി. 107-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 107-ാം സങ്കീർത്തന അതിന്റെ 29-30 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഇന്ന് രാത്രികാല ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ഫാമിലിയുടെ അറ്റ്മോസ്ഫിയറിനകത്ത് തലമുറയായി കൈമാറി വരുന്ന ചില അസ്വസ്ഥതയുടെ ദുരാത്മാക്കൾ ഇന്ന് രാത്രി ബന്ധിക്കപ്പെടട്ടെ. ലാംഷേനിയ പ്രമശാനിയ പുസ്തകങ്ങളെ മടക്കി അന്യഭാഷകളിൽ സംസാരിച്ച് 2-3 മിനിറ്റുകൾക്കകത്ത് ഞാൻ പൂർത്തീകരിച്ചുകൊള്ളാം. പക്ഷെ ഇന്ന് രാത്രികാല ഒരു ഇറ്റേണൽ പീസ്, ഒരു ഡിവൈൻ പീസ്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷ 4-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷ 4-ാം അധ്യായം 39-ാം വാക്യം, അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ആമേൻ. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ദൈവത്തിന്റെ സമാധാനം നിന്റെ വീട്ടിനകത്ത് വരുമ്പോൾ അവൻ എഴുന്നേൽക്കോ, അവൻ ചിലതിനോട് കൽപ്പിക്കോ, അവൻ ചിലതിനെ ശാസിക്കോ. Tonight, in the name of Jesus, rebuking all the other spirit causing the restlessness.
Utanama Rabajana Pramasia Pramsholia Ramshagala Mahanduria Pramas Madunia Prabala Badagadaga Siambra Bartani Yan Samadana Toda Kidamurango Nialo Yehove Yenne Nirbhayam Vasikumarakunda Amen. Adugaludeയും കന്നുകാലികളുടെയും പെരുപ്പം ഹേതുവായി ഇസ്രായേൽ യെരൂശലേം മതിലില്ലാതെ തുറന്നു കിടക്കുക. പക്ഷെ ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. കാരണം യഹോവയായ ഞാൻ അതിനു ചുറ്റും മതിലായിരിക്കുക. ഇന്ന് രാത്രി a wall of fire, ഒരു ദൈവത്തിന്റെ അഗ്നി മതിൽ, peaceful atmosphere. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണോ? എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക. കൈയടിച്ച് ആരാധിക്കണോ? കൈയടിച്ച് ആരാധിക്കുക. ഇന്ന് രാത്രികാല സ്വർഗം എന്റെ മേലിട്ട അഭിഷേകത്തിനകത്ത്, സ്വർഗം എന്റെ മേൽ പകർന്ന അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി ഞാൻ ശുശ്രൂഷിക്കുന്നു. Yes, all the other spirits, all the negative forces, all the unclean powers in the atmosphere, യേശുവിൻ നാമത്തിൽ ശബ്ദനം പ്രവാചനാദി മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, വീടിന്റെ അന്തരീക്ഷങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ബന്ധങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാറ്റുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യെസ്, കുടുംബ ബന്ധങ്ങൾക്കെതിരെയുള്ള കാറ്റുകൾ, വിദ്യാഭ്യാസത്തിനെതിരെയുള്ള കാറ്റുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവം എന്റെ മേലിട്ട അഭിഷേകത്തിന്റെ അധികാരത്തിൽ Ajana Prabasya Pramarthania Prabasya Pramachania Attala Pramania in the Rapria Parisutamav Idinagatu Chila Aratania Lasmara Pramosya Ratonimi Hashmehania Ebro Samathani in the Talamuragala Vidya Piasatil Nilkana a restless spirit in Rapri Esubin Namatil Yan Kalpikino Pomadalatil Lamsiara yes Marthani yes Desatil Samadana in the Joli Salata in the Kudumbatinagata the Vyavadikuna ni Sanjarikuna ni Toduna ni Chalikuna Sagalatinamela in Raprikala Deva Atigaratil Parishutatma in the Shakti and I command a peace over you. ശാന്തന പ്രവാചന ഒരു നിമിഷം ശക്തമായി കരമടിച്ച് അന്യഭാഷകളിൽ കരമടിക്കുന്നെങ്കിൽ ഉച്ചനാദത്തോടെ, അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ അധികാരത്തോടെ, ആരാധിക്കുന്നുവെങ്കിൽ ശബ്ദത്തോടെ സഭയുടെ സമാധാനത്തെ തകർക്കാൻ, കുടുംബങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ, ഐക്യതയെ തകർക്കുവാൻ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ പദ്ധതികൾ, ദേശാന്തകാര ശക്തികൾ, അഭിചാര പോരുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ Lasmaria Chanadera Atama Ragaja Raga Janadia Ramsama Pramarthani Sagala Vilichuner Sayude Asamadhanagala Sagala Malitu Nilkana Asamadhana Spiritagala all the negative spirits, all the unclean spirits, I rebuke it in Jesus' name. Yes, Subinda Namatil, yes, Subinda Rektatil, Jayam 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 Yeshuvin Rektan Jaya Yeshuvin Rektan Jaya Prabhosh Maharia Las Maria Ratana Mahadia Uttamana Gadaji Primachana